കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകലിൽ നമുക്ക് ദൈവത്തെ ആരാധിപ്പാനും ദൈവത്തെ സ്തുതിപ്പാനും ദൈവം തന്ന കൃപയ്ക്കായി നന്ദിയോടെ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഈ പകലിൽ നമ്മൾ ഒരുമിച്ച് ദൈവവചനത്തിൻ്റെ ചിന്തയ്ക്കായി കടന്നു പോകുമ്പോൾ പലപ്പോഴും നമ്മുടെ ചിന്തയ്ക്കകത്ത് നമ്മൾ വരുന്നതാണ് നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചവരാ. നമ്മളായിരുന്ന സമുദായങ്ങളും സ്ഥലങ്ങളും എല്ലാം വിട്ടിറങ്ങി നമ്മൾ യേശുവിന് അരികിൽ വന്നു. നമ്മൾ കർത്താവിൻ്റെ അരികിൽ വരുമ്പോൾ ഒരുപാട് കാരണങ്ങളല്ല വരുന്നത്. നമ്മുടെ സാഹചര്യം കൊണ്ടാകാം, ചില രോഗത്തിൻ്റെ അവസ്ഥയ്ക്കകത്തൂടാകാം, കടഭാരത്തിൻ്റെ അവസ്ഥയ്ക്കൂടാകാം, അല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ചില പ്രതിസന്ധി എന്തുമായിക്കോട്ടെ. അങ്ങനെയൊക്കെയാണ് നമ്മൾ യേശുവിന് അരികിൽ വന്നത്. യേശുവിന് അരികിൽ വന്നു, യേശുവിനെ നമ്മൾ രക്ഷകനായി സ്വീകരിച്ചു. ഇന്നലെ വരെ നമ്മൾ ആരാധിച്ചുകൊണ്ട് കല്ലിനെയും മണ്ണിനെയും എല്ലാം ആരാധിച്ചതിൽ നിന്ന് വിട്ട് ഏകസത്യദൈവമായ പിതാവാൻ ദൈവത്തെയും പിതാവിൻ്റെ പുത്രനായ യേശുവിനെയും മാത്രം ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു കൂട്ടമായി നമ്മൾ മാറി. ആരാധനയ്ക്ക് യോഗ്യനായ യേശുവിനെ മുഴുവനായും വിശ്വസിച്ചു. ദൈവത്തിന് നമ്മളോട് കരുണയും തോന്നി. യേശു കർത്താവിന് കരുണ തോന്നി. എന്നാൽ പല മേഖലകളിലും കരുണ തോന്നി എന്ന് നമ്മൾ പറയുമ്പോഴും പല മേഖലകളിലും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടാതിരിക്കുകയാണ്. പല മേഖലകളിലും അബ്രഹാമിനെ ദൈവം വിളിച്ചു. നമ്മൾ അബ്രഹാമിൻ്റെ പിന്തുടർച്ചക്കാരെന്ന് പറയുന്നു. അബ്രഹാം ദൈവത്താൽ ഒരു അനുഗ്രഹമായി മാറി. ഇസഹാക്ക് അനുഗ്രഹമായി മാറി. യാക്കോബ് അനുഗ്രഹമായി മാറി. ഇത് തന്നെ മുന്നോട്ട് വന്നപ്പോൾ യേശു കർത്താവിനെ ആമീൻ യേശുവിൻ്റെ മരണത്താൽ പുനരുദ്ധാനത്താൽ നമ്മളും ഒരനുഗ്രഹമായി എന്ന് പറയുന്നു. എന്തുകൊണ്ട് നമ്മൾ ദൈവസന്നിധിയിൽ നിന്നിട്ടും വേണ്ടതുപോലെ അനുഗ്രഹിക്കപ്പെടുന്നില്ല? ഇന്ന് നമ്മൾ പല പ്രതിസന്ധികളിലും പ്രതികൂലത്തിലും പ്രശ്നങ്ങളിലും ഒക്കെ നമ്മൾ അകപ്പെട്ടു പോകുന്നു. എന്തുകൊണ്ട്? ഇന്ന് ഈ പകലിൽ നമ്മുടെ അകത്ത് ചിന്തിക്കണം. ദൈവം തൻ്റെ സാദൃശ്യത്തിൽ, ഉൽപ്പത്തി പുസ്തകത്തിന് അത് എടുക്കണ്ട, ഞാനത് പെട്ടെന്ന് പറഞ്ഞു കയറി വരും. ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് ദൈവം തൻ്റെ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. സകല ആ മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് സകല അധികാരങ്ങളും അവരുടെ മേൽ കൊടുത്തു. കൊടുത്തെന്നോ കൊടുത്തില്ലെന്നോ? കൊടുത്തു. 1:27-28 വരും എഴുതിയിട്ടുണ്ട്. ദൈവം തൻ്റെ സാദൃശ്യപ്രകാരം സകലത്തെയും വാഴുവാൻ ദൈവം അവർക്ക് അധികാരം കൊടുത്തു. സകലത്തിനെയും അവരെല്ലാം ആ ദൈവത്തിൽ നിന്ന് നോക്കുമ്പോൾ അവരെല്ലാം കറക്റ്റായിട്ട് അവരെന്തായിരുന്നു? വിശ്വസ്തരായിരുന്നു. വിശ്വസ്തരായി നിൽക്കുന്ന ഏതനിൽ അവർ പണിയെടുക്കുന്നു. ഇല്ല, ദൈവം ഒരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞേ? ഈ നിൽക്കുന്ന ഫലത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കപ്പെടും. ഇവരുടെ ജീവിതത്തിനകത്ത് ഇവർ ചെയ്തു നോക്കണം. ഇവർ ബാക്കി 9 കാര്യങ്ങളെടുത്ത് 9 കാര്യത്തിൽ ഇവരാരാ? വിശ്വസ്തരാ അല്ലേ? നിങ്ങളെൻ്റെ കൂടെ പറഞ്ഞ ഈ വചനം കിടക്കാൻ വേണ്ടി പറയുന്നത്. ഇവരെല്ലാ കാര്യത്തിലും ദൈവസന്നിധി വിശ്വസ്തരാ. എവിടെ തെറ്റുപറ്റിപ്പോയി? ഒരൊറ്റ കാരണത്താൽ അവർ തെറ്റുപറ്റിപ്പോയി. ഇവര് ഏദന്റെ പുറത്തേക്ക് ദൈവം വരെ അയച്ചു. ഇവർ ഏദന്റെ പുറത്ത് വരുമ്പോൾ ഇവരെക്കുറിച്ച് ബൈബിൾ പറയുകയാണ്, നീ മുഖാന്തരം ഈ ഭൂമി ശപിക്കപ്പെട്ടു. അവൻ്റെ അവയോട് പറഞ്ഞു, നീ പ്രസവം അമ്മ വേദനയോടെ ആയിരിക്കും, മുള്ളും പറക്കാരെയും മുളയ്ക്കും. അപ്പോൾ ഒരു കൂട്ടം ശാപം അവരുടെ മേൽ വരുന്നു. ഇവർ 9 കാര്യം, മൊത്തം 10 കാര്യമാണ്. 9 കാര്യത്തിൽ ഇവരെന്നായിരുന്നു? അനുസരിച്ച്. ഒറ്റ കാര്യത്തിൽ തെറ്റിപ്പോയപ്പോൾ ഈ നന്മ മുഴുവനും മറിപോയി. അപ്പം നമ്മളെ രക്ഷയിലേക്ക് ദൈവം കൂട്ടിക്കൊണ്ടു വന്നപ്പോൾ രക്ഷകനായി യേശു ക്രിസ്തുവിൻ്റെ അരികിൽ നമ്മൾ വന്നു. യേശു ക്രിസ്തു മുഖാന്തരം നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നവരെന്ന അബ്രഹാമിൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കപ്പെടുമെന്നും ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഈ മേഖലകളിൽ ഇപ്പം നമ്മൾ നോക്കിക്കോണം. മോഷണത്തിന് എന്തില്ല? ഒരു മോഷണം ഒരു പാപമാണ്.
കപ്പ മോഷ്ടിച്ചാലും കപ്പൽ മോഷ്ടിച്ചാലും മോഷണം തന്നെയാണ്. ഇതുപോലെ ദൈവത്തെ അനുസരിക്കാതിരിക്കുമ്പോൾ ചെറുതെന്നോ വലുതെന്നോ ഇല്ല. ദൈവത്തിന് മഹത്വം കൊടുക്കാതിരിക്കുമ്പോഴും ദൈവത്തിന് ആ മുഴുവൻ മഹത്വം കൊടുക്കാതിരിക്കുന്നുവെങ്കിൽ അത് പാപമാണ്. 1. 2, ദൈവത്തെ വിശ്വസിക്കാതിരിക്കുന്നതും പാപമാണ്. ഹല്ലേലൂയ. പാപത്തിന്റെ ശമ്പളം മരണമാണ്. അപ്പൊ നമ്മൾ അറിയണ അനുഗ്രഹത്തിലേക്ക് നമ്മൾ കടന്നു പോകണമെന്ന് വരികിൽ, നമ്മളൊരു അനുഗ്രഹമാകണമെന്ന് വരികിൽ, ആമീൻ, ദൈവത്തെ അനുസരിക്കുന്നവരാകണം. ദൈവത്തെ അനുസരിക്കുന്നവർ അനുഗ്രഹം അനുഭവിക്കുക തന്നെ ചെയ്യും. അല്ലെങ്കിൽ എത്ര പേര് ആമീൻ പറയുന്നുണ്ട്? ദൈവത്തെ വിശ്വസിക്കുന്നവരും ദൈവത്തെ അനുസരിക്കുന്നവരും എന്താവും? അനുഗ്രഹമായി മാറും. നമുക്ക് വചനത്തിലേക്ക് ഇറങ്ങാം. ആമീൻ. സദൃശവാക്യങ്ങളുടെ പുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. 23-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം പറയുന്നു, കണ്ണുകടിയുള്ളവന്റെ അപ്പം തിന്നരുത്. കണ്ണുകടിയുള്ളവന്റെ അപ്പം തിന്നരുത്. അവന്റെ സ്വാദുഭോജ്യങ്ങളെ ആഗ്രഹിക്കുകയും അരുത്. 7-ാമത്തെ വാക്യം, അവൻ തന്റെ മനസ്സിൽ കണക്ക് കൂട്ടുന്നത് പോലെ ആകുന്നു. തിന്നു കുടിച്ചുകൊള്ളുക എന്ന് അവൻ നിന്നോട് പറയും. അവന്റെ ഹൃദയമോ നിനക്ക് അനുകൂലമല്ല. അപ്പൊ സങ്കീർത്തനക്കാരൻ 1-ാം അധ്യായത്തിനകത്തോടെ ദുഷ്ടന്മാരുടെ എന്ത് ചെയ്യരുത്? ആലോചന കേൾക്കരുത്. എന്നിട്ട് എവിടെ പോയി ഇരിക്കരുതെന്ന് പറഞ്ഞു? പാപികളുടെ ഇരിപ്പിടത്തിലൊന്നും പോയിരിക്കരുത്. ഒഴിവാക്കേണ്ടതൊക്കെ ചിലപ്പോൾ നമ്മൾ ചില ചിന്തകളാ നിങ്ങളുടെ അകത്തോട്ട് കടന്നോടെ. ഇത് മുഴുവൻ എടുക്കാൻ ഈ സമയം പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. എന്തെങ്കിലും പറയാം. ചില കാര്യങ്ങളിൽ നമ്മൾ പോകുമ്പോൾ നമ്മുടെ അനുഗ്രഹത്തെ തടഞ്ഞു കളയും. ഇവിടെ നമ്മൾ പറയുന്ന വാക്കിനകത്ത് നോക്കി, ഇവിടെ പറയുന്ന തുടക്കം നോക്കി, 6-ാമത്തെ വാക്യം പറയും. എന്നാ പറയുന്നേ? കണ്ണുകടിയുള്ളവന്റെ അപ്പം തിന്നാൻ പോകരുത്. അവന്റെ സ്വാദുഭോജ്യങ്ങളെ ആഗ്രഹിക്കും. അവന്റെ സ്വാദ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഇങ്ങനൊക്കെ ഉള്ള ആൾക്കാരുടെ അടുത്ത് പോയി നീ എന്തിനു പോകരുത്? നീ പോകല്ലേ. ദൈവം ഡിമാൻഡ് പറയാം. അടുത്ത് പറയാ, അവൻ 7-ാമത്തെ വാക്യം, അവൻ തന്റെ മനസ്സിൽ കണക്ക് കൂട്ടുന്നത് പോലെ ആകുന്നു. തിന്നു കുടിച്ചുകൊള്ളുക എന്ന് അവൻ നിന്നോട് പറയും. തിന്നു കുടിച്ചുകൊള്ളുക, നീ ആനന്ദിച്ചു കൊള്ളുക എന്നൊക്കെ അവൻ എന്ന് പറയും. നീ ആരെ വിശ്വസിച്ചിറങ്ങിയതാ? ദൈവത്തെയാ. ഈ അനുഗ്രഹം കണ്ടിറങ്ങിയതാ. പക്ഷെ അവൻ നിന്നോട് അനുകൂലമായിട്ടാണോ സംസാരിക്കുന്നേ? ബ്രദറെ, ഒരു സ്മോൾ അടിച്ചുകൊണ്ട് ഒരു കുഴപ്പമില്ല ബ്രദറെ. അകത്തെ അരിഷ്ടതയൊക്കെ മാറാനാ. പിടികിട്ടുന്നു? ഇണയില്ല പിണ കൂടാൻ പോകുമ്പോൾ നിന്റെ നന്മയെ സ്വർഗം തടഞ്ഞു കളയും. ഇവിടെ ഇതൊന്നും അങ്ങോട്ട് പോകുന്നതിനെ ആരിഷ്ടപ്പെടുന്നില്ല. നിങ്ങളുടെ കൂടെ ആരുണ്ട്? ദൈവത്തിന്റെ ആത്മാവായ പരിശുദ്ധാത്മാവുണ്ട്. ഇവിടെ പറയുന്നു, ആമി കണക്കൂട്ടുന്ന പോലെ ആവുന്നു. തിന്നു കുടിച്ചുകൊള്ളുക എന്ന് അവൻ നിന്നോട് പറയും. അവന്റെ ഹൃദയം നിനക്ക് അനുകൂലമല്ല. ഈ കൂട്ടം കൂടി നടക്കുമ്പോഴത്തോളം അവന് നിന്നോട് എന്ത് ചെയ്തില്ല? നീ ഒരു അനുഗ്രഹത്തിൽ പോണമെന്നോ, നീ ഒരു ഉയർച്ച പോണമെന്നോ, നിന്റെ ഭവനം അനുഗ്രഹിക്കപ്പെടണമെന്നോ ആരാഗ്രഹിക്കുന്നില്ല. അവൻ ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ട്? അവന് കണ്ണുകടിയുള്ളവനെന്ന് 6-ാമത്തെ വാക്യം പറയുന്നു. അതിൽ നിന്ന് എന്ത് ചെയ്യണം? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവ കൃപയിൽ നിൽക്കുന്നവൻ എന്തിൽ നിൽക്കണം? അതിൽ നിന്ന് ഒഴിവായി നിൽക്കണം. ദൈവം നിങ്ങളുടെ ഓരോ പ്രവർത്തികളെ നോക്കുന്നതാ. നിങ്ങൾക്ക് അത് അറിയണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം എടുത്തു. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചേ. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. ഇവർ തന്നെ ജാതിയായും കുലം കുലമായും നോഹയുടെ പുത്രന്മാർ അല്ല, 11 ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം 1-ാമത്തെ വാക്യം. ഭൂമിയിലൊക്കെയും അത് തന്നെ ഒരേ ഭാഷയും ഭൂമിയിലൊക്കെ ഒരേ ഭാഷയും
ഒരേ വാക്കുമായിരുന്നു. എന്നാൽ അവർ കിഴക്കോട്ട് യാത്ര ചെയ്ത് ശിനാർ ദേശത്ത് ഒരു സമഭൂമി കണ്ട് അവിടെ കുടിയിരുന്നു. അവർ തമ്മിൽ വരുവിൻ നാം ഇഷ്ടക അർത്ത് ചുടുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇഷ്ടക കല്ലായും പശമണ്ണ് കുമ്മായമായും ഉപയോഗിച്ചു. വരുവിൻ നാം ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിപ്പാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിക, നമുക്കൊരു പേരും ഉണ്ടാക്കുക എന്ന് അവർ പറഞ്ഞു. മനുഷ്യൻ പണിത പട്ടണവും ഗോപുരവും കാണേണ്ടതിന് യഹോവ ഇറങ്ങി വന്നു. അപ്പോൾ യഹോവ ഇതാ ജനം ഒന്ന് അവർക്കെല്ലാവർക്കും ഭാഷയും ഒന്ന്, ഇതും അവർ ചെയ്തു തുടങ്ങുന്നു. അവർ ചെയ്യുവാൻ നിരൂപിക്കുന്നതൊന്നും അവർക്ക് അസാധ്യമാകുകയില്ല. നിങ്ങൾ നിരൂപിക്കുന്നതൊന്നും അസാധ്യം ആകത്തില്ല. എന്റെ കൂടെ നിങ്ങൾ നിന്നോണേ. ദൈവം പറയുക നിങ്ങൾക്ക് സകലതും കഴിയും. ഇവരൊരു ഗോപുരം ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നു, ഇഷ്ടിക എടുക്കുന്നു, കുമ്മായം കൊണ്ട് അതിനെ തേച്ച് പിടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാം കഴിയുമ്പോൾ ഇവിടെ പറയാ ഇത് കാണുവാൻ ആരിറങ്ങി വന്നു? യഹോവ ഇറങ്ങി വന്നു. ഇവിടെ പറയുവാണ്, എത്രാമത്തെ വാക്യം വരുന്നത്? 5-ാമത്തെ വാക്യമല്ലേ? 5-ാമത്തെ വാക്യം. മനുഷ്യൻ പണിത പട്ടണവും ഗോപുരവും കാണേണ്ടതിന് യഹോവ ഇറങ്ങി വന്നു. അപ്പോൾ യഹോവ ഇതാ ജനം ഒന്ന് അവർക്കെല്ലാവർക്കും ഭാഷയും ഒന്ന്, ഇതവർ ചെയ്തു തുടങ്ങുന്നു. അവർ ചെയ്യുവാൻ നിരൂപിക്കുന്നതൊന്നും അവർക്ക് അവർ നിരൂപിക്കുന്നതൊന്നും അസാധ്യമാകത്തില്ല. നിങ്ങൾ എന്തു നിരൂപിക്കുന്നോ അതൊന്നും അസാധ്യമാകത്തില്ല. ഇതിനെ കുറച്ചുകൂടെ മുന്നേ വരുമ്പോൾ നിങ്ങൾക്ക് ഈ പൊരുൾ പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. നമ്മ വീണ്ടും സദൃശവാക്യത്തിലേക്ക് ഒന്ന് വന്നേ. അപ്പൊ നിങ്ങളുടെ അകത്തറിയണം, നിങ്ങളുടെ പ്രവൃത്തിയെ കാണാൻ ആരിറങ്ങി വരും? പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. നിങ്ങൾ എന്ത് പ്രവർത്തിക്കുന്നുണ്ടോ അതിനെ നോക്കുന്ന ഒരു ദൈവമുണ്ട്. പിടികിട്ടിയോ? അനുഗ്രഹത്തിലേക്ക് പോകണോ ശാപത്തിലേക്ക് നിൽക്കണോന്ന് നിങ്ങളുടെ വഴികളെ ആര് കാണുന്നു? ഇവിടെ നമ്മുടെ ഏറ്റവും ഡേഞ്ചറായ കാര്യം. മനുഷ്യൻ ചെയ്യുന്നത് കാണാൻ ആരിറങ്ങി വന്നു? ദൈവം വന്നിട്ട് പറയുക ഇവർക്കൊരു കാര്യവും അസാധ്യമല്ലെന്ന് പറഞ്ഞു. സദൃശവാക്യം 4-ാം അധ്യായം 23-ാമത്തെ വാക്യം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 23. സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക. ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ. അപ്പൊ എന്ത് ചെയ്യണമെന്ന് പറയുന്നു? സകല ജാഗ്രതയോടുകൂടി വേണം നിന്റെ ഹൃദയത്തെ കാക്കണം. ഇടപാടുകളിലൊക്കെ പോയി വീഴുമ്പോഴും ആവശ്യമില്ലാത്തതിനകത്തൊക്കെ ചെന്ന് പെടുമ്പോഴും ഓർത്തോണം, ഇതെന്തുകൊണ്ടാണ് ഇവിടെ പറയുന്നു? വാക്യം കൊണ്ടോ സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ എന്ത് ചെയ്യണം? കാത്തുകൊള്ളണം. ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ. എന്നിട്ട് പറയാ വായുടെ വക്രത നിങ്കൽ നിന്ന് നീക്കിക്കളക. അധരങ്ങളുടെ വികടം നിങ്കൽ നിന്നും അകറ്റുക. അപ്പൊ വായ് കൊണ്ട് എന്ത് ചെയ്യരുത്? വക്രത വായ് കൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യരുത്. ഈ വാ കൊണ്ടാ ദൈവത്തെ ദുഷിക്കുന്നതും നമ്മൾ പറയുന്നതെല്ലാം. അപ്പൊ നമ്മുടെ അനുഗ്രഹം നമ്മൾ വല്ലതും പറഞ്ഞിട്ടുണ്ടോ ബ്രദറെ? അയ്യോ ഒന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ അനുഗ്രഹത്തെ എവിടെ തടയപ്പെടുന്നറിയോ? വായ് കൊണ്ടുള്ള വാക്ക് ദൈവം കണക്കിടുന്നതാ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ അത് എടുക്കണമെന്നില്ല. 6-ാം അധ്യായത്തിനകത്ത് പറയുന്നുണ്ട്, ദൈവം മഹത്വത്തെ തിരിച്ചറിഞ്ഞപ്പോ യെശയ്യാ പ്രവാചകൻ അയ്യോ ഞാൻ ആയിരിക്കുന്ന ആരുടെ കൂടെയാ? ദുഷ്ടതയുള്ളവരുടെ കൂടെയാണ് ഞാൻ വസിക്കുന്നത്. എന്റെ നാവ് അകൃത്യമുള്ള നാവ്. അനുഗ്രഹത്തെ തടയുന്നത് വക്രതയുള്ള നാവാണ്.
നമ്മുടെ ഉയർച്ച. നമ്മളെല്ലാ ഞായറാഴ്ച ആരാധനയ്ക്ക് വരും, എല്ലാ ഞായറാഴ്ച തിരുവത്താഴ മേശ ബംഗാള് നമ്മളെല്ലാം ചെയ്യും. നമ്മൾ കംപ്ലീറ്റ് മാറി, നമ്മൾ വേർപെട്ടെന്ന് വരെ പറയപ്പോൾ വേർപാടെല്ലാം നമ്മൾ പുറമേ കാണിച്ചു കഴിഞ്ഞു. പക്ഷെ നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ വക്രത പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ അനുഗ്രഹത്തെ തടയപ്പെട്ട് കഴിയും. ഞാനൊരു 2-3 ഘടകങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ കയറിപ്പോവും. അപ്പൊ ദൈവസന്നിധിയിൽ നമുക്ക് ദൈവം ഒരു മാതൃക വെച്ചിട്ട് പോയി. ആരാണ് നമ്മുടെ മാതൃക? യേശു കർത്താവ് നമ്മുടെ മാതൃകയാ. യേശുവിന് അരികെ വന്ന് ശിഷ്യന്മാർ പറഞ്ഞു, യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ വിട്ടു പോകുന്നേ, പൊക്കോളാൻ പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞൊരു വാക്ക് എന്നറിയോ? നിത്യജീവന്റെ മൊഴി നിന്നിലുണ്ട്, നിന്നെ വിട്ടിട്ട് ഞങ്ങൾ എവിടെ മടങ്ങിപ്പോവും. അപ്പൊ യേശു കർത്താവിനെ പിന്തുടരുന്നവർ, യേശുവിനെ ഹൃദയം കൊണ്ട് ഉൾക്കൊണ്ടവർ, ഇവിടെ പറയുന്ന വാക്കിനകത്ത് നിങ്ങൾ നോക്കിയേ, വായുടെ വക്രത നിങ്ങൾ നിന്ന് എന്ത് ചെയ്യണം? നീക്കിക്കളയണം. അധരങ്ങളുടെ വികടം നിങ്ങൾ നിന്ന് അകറ്റിക്കളയണം. ഞാനെന്താ പറഞ്ഞത്? ആദമും ഹവ്വയും 10 കാര്യം ദൈവം ഏൽപ്പിച്ച 9 കാര്യം കറക്റ്റ് ആയിരുന്നു, 1 തെറ്റി. അനുഗ്രഹത്തെ തടയപ്പെടുന്ന ഒന്നാമത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞേ. ദൈവം പറയുന്നു, നിഗളികളോട് ദൈവം എതിർത്തു നിൽക്കും. യാക്കോബിന്റെ ലേഖനത്തിൽ പറയുക, അവൻ ആ സഭയ്ക്ക് ഏറ്റവും പ്രിയനായിരിക്കാം, അവൻ ദശാംശം കൊടുക്കുന്നവനാകാം, സ്വോത്രകാഴ്ച കൊടുക്കുന്നവനായിരിക്കാം, ഫാൻ മേടിച്ചു കൊടുത്ത എല്ലാം ചെയ്തവനായിരിക്കാം. പക്ഷേ പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? അവൻ്റെ അകത്ത് കിടക്കുന്ന നിഗളം അവനോട് ദൈവം എന്ത് ചെയ്യും? നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കും. അനുഗ്രഹത്തെ തടയുന്ന കാര്യമാണ് ഞാൻ ഈ പറഞ്ഞേ. അപ്പൊ ഇവിടെ പറയുന്നു, നിങ്ങളുടെ നാവ് എങ്ങനെയുള്ളതായിരിക്കണം എന്ന് പറയുന്നു. ഇവിടെ പറയുന്നു, മുന്നിലത്തെ പറയുക, സകലതും ജാഗ്രതയോടുകൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉത്ഭവം അതിന്നല്ലോ ആകുന്നത്. അമീൻ. എത്ര പേര് വിശ്വാസത്തോടെ വിശ്വസിക്കുന്നുണ്ട്? അപ്പൊ നാവിന് എന്ത് ചെയ്യണം? നാവിനെ ശുദ്ധീകരിക്കണം. നമ്മൾ സ്നാനപ്പെട്ടപ്പം സംഭവിച്ച ഒരു വലിയ പാളിച്ച. ഇനി സ്നാനപ്പെടുന്നുണ്ടെങ്കിൽ ആരെ സ്നാനപ്പെടുത്തിയാലും നാവൂടൊന്ന് മുക്കണം. ഇത് മുക്കാത്തതിൻ്റെ കുഴപ്പങ്ങളെല്ലാം ഇന്ന് സംഭവിക്കുന്നുണ്ട്. അമീൻ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ വായിച്ചു തീർത്തത് 4-ാം അധ്യായം അല്ലായിരുന്നോ? 18-ാമത് സദൃശ്യവാക്യം 18ലേക്ക് തോന്നി. സദൃശ്യവാക്യം 18-ാം അധ്യായത്തിന് 16-ാമത്തെ വാക്യം. മനുഷ്യൻ വെക്കുന്ന കാഴ്ചയാൽ അവന് പ്രവേശനം കിട്ടും. അവൻ മഹാന്മാരുടെ സന്നിധിയിൽ ചെല്ലുവാൻ. അപ്പോൾ നോക്കിക്കോണേ, ഈ മുകളിൽ പറഞ്ഞത്ര എന്ന് നിങ്ങൾക്ക് അത്ര സന്തോഷം വന്നില്ല. മുകളിൽ പറഞ്ഞ കാര്യം മുഴുവൻ സന്തോഷം കിട്ടുന്ന കാര്യമല്ല പറഞ്ഞേ. വക്രതയുള്ള നാവ്, അനുസരിക്കാത്തവൻ, അല്ലേ, വികടമായി നടക്കുന്നവൻ, ആരാധന ഉപേക്ഷിക്കുന്നവൻ, അങ്ങനെ പല നിലവാരത്തിൽ നിൽക്കുന്നവര്, ഇവരെല്ലാം പുറമേ നോക്കുമ്പോൾ ആരാ? വിശ്വാസിയാ, അല്ലേ? പുറമേ നമ്മൾ നോക്കുമ്പോൾ ഇവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പക്ഷെങ്കിൽ ദൈവം നോക്കുമ്പോൾ, ദൈവം ഇറങ്ങി വന്നു, ദൈവം നോക്കുമ്പോൾ ഇവരുടെ നാവിനെ നോക്കുന്നു, ഇവരുടെ നടപ്പിനെ നോക്കുന്നു, എല്ലാം ദൈവം എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ടാണ് ദൈവം അനുഗ്രഹവും വേണോ ശാപം വേണോ തീരുമാനിക്കുന്നത്. ഇവിടെ പറയുന്നു മനുഷ്യൻ വെക്കുന്ന കാഴ്ചയാൽ അവന്റെ പ്രവേശനം. ആർക്ക് വെക്കുന്ന കാഴ്ചയാൽ? ദൈവത്തിന്റെ മുന്നിൽ, ദൈവത്തിന്റെ മുന്നിൽ വിശ്വസ്തയോടെ നടക്കുന്നവൻ. ഇവിടെ പറയുന്നു, മനുഷ്യൻ വെക്കുന്ന കാഴ്ചയാൽ അവന് പ്രവേശനം കിട്ടും. അവന് അനുഗ്രഹം എവിടുന്ന് വരും? അപ്പൊ വായി തോന്നെല്ലാം വിളിച്ചു പറഞ്ഞ് നടക്കുന്ന ഒരാൾ അനുഗ്രഹിക്കപ്പെടുവോ ശപിക്കപ്പെടുവോ? ശപിക്കപ്പെടും. അനുഗ്രഹവും ശാപവും നിങ്ങളുടെ നാവിന്മേൽ ദൈവം വെച്ചിരിക്കുന്നു. ഇവിടെ പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. മനുഷ്യൻ വെക്കുന്ന കാഴ്ചയാൽ അവന് പ്രവേശനം കിട്ടും. എന്നിട്ടോ അവൻ മഹാന്മാരുടെ സന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും. നേരോടെ നടക്കുകയാണെങ്കിൽ ഒരു നന്മയ്ക്കും കുറവില്ലാതെ ദൈവം തന്നെ ഉയർത്തും.
ഓ, വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അമ്മ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനറിയണം, അമ്മ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ദൈവ കൃപയ്ക്കകത്ത് നിൽക്കുന്നതാ. പക്ഷേ ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ മുന്നിൽ നിങ്ങൾ നടന്ന് വെളിപ്പെടുത്തി കാണിക്കണം, കർത്താവെ നിനക്ക് കൊള്ളാവുന്നവൻ ഞാനാണെന്ന്. പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് വരുമ്പോ, ഉൽപ്പത്തി പുസ്തകം ഇവിടെ നോക്കിക്കോണം, ഉൽപ്പത്തി പുസ്തകം 41 അധ്യായത്തിന്റെ 14 വാക്യം. ഉൽപ്പത്തി പുസ്തകം 41 അധ്യായത്തിന്റെ 14 വാക്യം. ഉടനെ ഫറവോൻ ആളയച്ചു, യോസേപ്പിനെ വിളിച്ചു, അവർ അവനെ വേഗത്തിൽ കുണ്ടറയിൽ നിന്നും ഇറക്കി അവൻ ക്ഷൗരം ചെയ്യിച്ചു. വസ്ത്രം മാറി ഫറവോന്റെ അടുക്കൽ ചെന്നു. അപ്പൊ യോസേപ്പ് അപ്പൊ എവിടെയാ നിൽക്കുന്നേ? കാരാഗ്രഹത്തിൽ കുണ്ടറയിൽ കിടക്കുക. ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തനെന്ന് നടന്നു തെളിയിച്ചവൻ, ദൈവസന്നിധിയിൽ നിന്ന നടപ്പും അവന്റെ എടുപ്പും അവൻ എല്ലാ കാര്യത്തിലും ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തനെന്ന് അവൻ വെളിപ്പെടുത്തി. ഇന്ന് പകൽ നിങ്ങളോട് ഞാൻ പറയാം, ഏത് സാഹചര്യങ്ങൾ പ്രതികൂലമായി കാറ്റടിച്ചാലും ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരും. ദൈവസന്നിധിയിൽ ഒരാൾ നടന്ന് നിൽക്കാൻ തയ്യാറാണെങ്കിൽ എത്ര വലിയ പ്രതികൂലത്തിന്റെ കാറ്റ് നിന്റെ ഭവനത്തെ അടിച്ചാലും, എത്രല്ലാം പ്രതികൂലം വന്നാലും, ഇന്ന് പകൽ നിങ്ങൾ എഴുതി വെച്ചോ, നിങ്ങളെ ഉയർത്തേണ്ട പോലെ ദൈവം തമ്മിൽ ഉയർത്തി മാനിക്കുക തന്നെ ചെയ്യും. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു ദൈവസന്നിധിയിൽ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നാവ് കൊണ്ടും വക്രതയുള്ള നാവുകളും ദുഷ്ടന്മാരുടെ കൂടെയുള്ള ഇരിപ്പും നിങ്ങളുടെ നടപ്പും എല്ലാം ആർക്ക് ബോധ്യപ്പെടുത്തണം? ഉൽപ്പത്തി പുസ്തകം 11 ഞാൻ പറഞ്ഞു, മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തി കാണാൻ സ്വർഗം ഇറങ്ങി വന്നു. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയാ, നിന്റെ പ്രവൃത്തികളെ ഉറ്റുനോക്കുന്ന ഒരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽ സ്വർഗത്തിന് ബോധിച്ച തലത്തിൽ നീ നടക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ അറിഞ്ഞോ, നീ കാരാഗ്രഹത്തിൽ വീണാലും അവിടെ നിന്നെ വിടുവിക്കുവാൻ ഒരു ദൈവമുണ്ട്. നീ ആരാധിക്കുന്ന ദൈവ നിനക്ക് വേണ്ടി വഴി തുറക്കും. ഇന്ന് പകൽ വിശ്വാസം വിളിച്ചു പറയണം, ഞാൻ നടന്ന ദൈവസന്നിധി വിശ്വസ്തനെന്ന് ഞാൻ തെളിയിക്കുക. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ അറിയേ, എല്ലാ സ്വപ്നങ്ങളും അവസാനിക്കത്തക്ക തലത്തിൽ അവന്റെ ശരീരം മുഴുവൻ പഴയ വസ്ത്രമണിഞ്ഞ്, താടി രോമങ്ങൾ വളഞ്ഞ്, മുടികൾ മുഴുവൻ പിരിഞ്ഞ്, കാരാഗ്രഹത്തിന്റെ കുണ്ടറയ്ക്കകത്ത് കിടക്കുമ്പോ സ്വർഗം നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് വിശ്വസിക്കുന്നവരോട് ഞാൻ വിളിച്ചു പറയാ, സ്വർഗത്തിൽ ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ഇന്ന് പകൽക്കാലം അറിഞ്ഞോ, ദൈവം പറഞ്ഞിട്ടുണ്ട്, മഹാന്മാരോടുകൂടെ നിന്നെ ഇരുത്താവുന്ന ദൈവം വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ നിന്റെ അകത്തറിഞ്ഞോണോ, നിനക്ക് വേണ്ടി വാതിൽ തുറന്നു വരുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഇവിടെ പറയുന്ന വാക്കിനകത്ത് പറയുക, 14 വാക്യം പറയുക, യോസേപ്പിന് അരികിലേക്ക് ചെന്നിട്ട് ഉടനെ ഫറവോൻ ആളയച്ചു, യോസേപ്പിനെ വിളിപ്പിച്ചു. അവർ അവനെ വേഗത്തിൽ കുണ്ടറയിൽ നിന്ന് ഇറക്കി, അവൻ ക്ഷൗരം ചെയ്യിച്ചു, വസ്ത്രം മാറി ഫറവോന്റെ അടുക്കലേക്ക് നടത്തി. ഇന്ന് പകൽ ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നോടൊരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ട്, അത് നിന്റെ അരികിലേക്ക് വന്ന് ചേരുക തന്നെ ചെയ്യുക. ഇന്ന് ആത്മാവിനകത്ത് പറയാം, പല പ്രവചനങ്ങളും നിവൃത്തീകരിക്കപ്പെടാതിരിക്കുന്നെങ്കിൽ, പല പ്രവചനങ്ങളും നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടാതിരിക്കുന്നെങ്കിൽ, നിന്റെ തലമുറയ്ക്കകത്ത് ചില വാതിലുകൾ അടയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, എവിടെയോ തിരുത്തിന്ന് പകൽ വന്നേ മതിയാകത്തുള്ളൂ, എവിടെയോ ഇന്നൊരു മാറ്റം വന്നേ മതിയാകത്തുള്ളൂ. ഈ വാഗ്ദത്തം നിന്റെ മേൽ ദൈവമായി ഇട്ടിരിക്കുന്നത്, വാഗ്ദത്തം തരുവാൻ സർവശക്തനാ. പക്ഷെങ്കിൽ അടയപ്പെട്ടു പോയതിന്റെ കാരണം നീ ആണെങ്കിൽ, ഇന്നൊരു മനസാന്തരം നിന്റെ അകത്തുണ്ടായാൽ, ഇന്നൊരു തിരിച്ചറിവുണ്ടായാൽ, ഇന്ന് പകൽ ആത്മാവിനകത്ത് ഞാൻ പറയാം, ഈ വാഗ്ദത്തം നിന്റെ മേൽ വന്ന് ചേരുക തന്നെ ചെയ്യുക. ചില പരീക്ഷയുടെ കാലഘട്ടത്തിനകത്തൂടെ ദൈവം തമ്പുരാൻ നടത്തിയാൽ അതിനെ ജയിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഒരു പ്രതിസന്ധി വന്നാൽ ആ പ്രതിസന്ധിയെ കണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദൈവം നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മഹാന്മാരോടുകൂടെ നിന്നെ ഇരുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മഹാന്മാരോടുകൂടി നീ ഓഹരി പങ്കിടുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്നും വിശ്വസിച്ചുകൊണ്ട് ദൈവസന്നിധി നിൽക്കാൻ തയ്യാറാണെങ്കിൽ, ഇന്ന് പകൽ ആത്മാവിനകത്ത് അറിഞ്ഞു, നീ ചിന്തിക്കാത്ത ചില വാതിലുകൾ ദൈവം നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി തുറക്കും. വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അതേ അധ്യായത്തിന്റെ 33 വാക്യത്തിലേക്ക് വരുമ്പോ, 33 വാക്യത്തിൽ വരുമ്പോ, ഫറവോന്റെ കൊട്ടാരത്തിനകത്ത് യോസേപ്പ് എത്തിച്ചേരുന്നു. ഫറവോന്റെ കൊട്ടാരത്തിനകത്ത് 33
33 വാക്യം പറയുക. 33 ആകയാൽ ഫറവോൻ വിവേകവും ജ്ഞാനവുമുള്ള ഒരുത്തനെ അന്വേഷിച്ച് മിസ്രൈം ദേശത്ത് നിന്ന് മേലധികാരിയാക്കി വയ്ക്കണം. ഫറവോനോട് പറയുക, യോസേപ്പ് പറയുക, ആകയാൽ ഫറവോൻ വിവേകവും ജ്ഞാനവുമുള്ള ഒരുത്തനെ അന്വേഷിച്ച് മിസ്രൈം ദേശത്തിന് മേലധികാരിയായി വെക്കണം. ഫറവോനോട് പറയുക യോസേപ്പ്. 34 അതുകൂടാതെ ഫറവോൻ ദേശത്തിന് മേൽ വിചാരകന്മാരെ ആക്കി സുഭിക്ഷതയുള്ള 7 സംവത്സരത്തിൽ മിസ്രൈം ദേശത്തിലെ വിളവിൽ 1/5 വാങ്ങണം. ഈ വരുന്ന നല്ല സംവത്സരങ്ങളിലെ വിളവൊക്കെയും ശേഖരിച്ച് പട്ടണങ്ങളിൽ ഫറവോന്റെ അധീനതയിൽ ധാന്യം സൂക്ഷിച്ചു വെക്കണം. ആ ധാന്യം മിസ്രൈം ദേശത്ത് വരുവാൻ പോകുന്ന ക്ഷാമമുള്ള 7 സംവത്സരത്തേക്ക് ദേശത്തിന് സംഗ്രഹമായിരിക്കണം. എന്നാൽ ദേശം ക്ഷാമം കൊണ്ട് നശിക്കില്ല. 37 ഈ വാക്ക് ഫറവോനും അവന്റെ സകല ഭൃത്യന്മാർക്കും ബോധിച്ചു. ഫറവോൻ തന്റെ ഭൃത്യന്മാരോട് ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ എന്ന് പറഞ്ഞു. ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ ചോദിച്ചു. അപ്പം പിടികിട്ടിയോ? ആ ദേശത്ത്, ഈ ദേശത്തിനകത്തേക്ക് ഒരു യോസേപ്പിന് സകലതും യോസേപ്പിന്റെ മുന്നിൽ പ്രതികൂലമാണെങ്കിലും ദൈവം പറഞ്ഞ വാഗ്ദത്തം യോസേപ്പിന്റെ മേൽ നിൽക്കുകയാ. ഇന്ന് ആത്മാവിനകത്ത് തിരിച്ചറിയണം, നിന്നോട് ദൈവം പറഞ്ഞൊരു വാഗ്ദത്തം കിടപ്പുണ്ടെങ്കിൽ ആ വാഗ്ദത്തത്തെ തടയുവാൻ പിശാച് പദ്ധതി ഒരുക്കുന്നുണ്ടെങ്കിൽ ആ പദ്ധതിയെ ജയിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ കൃപ ചെയ്യുകയാ. ഇന്ന് ആത്മാവിനകത്തറിഞ്ഞോ, അമ്മ ഫറവോൻ പറയുന്ന വാക്ക് പറയുന്നു, ദൈവത്തിന്റെ ആത്മാവുള്ള ഒരുവനെ ഉള്ളൂ ഈ ദേശത്ത്. ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ ഇനി നമ്മൾ കണ്ടുകിട്ടുമോ എന്ന് പറഞ്ഞു. 39 വാക്യം. പിന്നെ ഫറവോൻ യോസഫിനോട്, ദൈവം ഇതൊക്കെയും വെളിപ്പെടുത്തി തന്നത് ദൈവമാണ്. ഇതൊക്കെ നിനക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് നിന്നെ പോലെ വിവേകവും ജ്ഞാനവുമുള്ളവൻ ഒരുത്തനുമില്ല. നീ എന്റെ ഗൃഹത്തിന് മേലധികാരിയാകും. നിന്റെ വാക്ക് എന്റെ ജനമെല്ലാം അനുസരിക്കും. സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കും എന്ന് പറഞ്ഞു. ഇതാ മിസ്രൈം ദേശത്തിനൊക്കെയും ഞാൻ നിന്നെ മേലധികാരിയായി നിർത്തുന്നു. ഇന്ന് പകലിൽ ആത്മാവിനകത്തറിയണം, ദൈവസന്നിധിയിൽ നടന്നൊരുത്തൻ വിശ്വസ്തനെന്ന് തെളിയിച്ചാൽ അവന് കൊടുക്കുന്ന ഓഹരി സ്വർഗത്തിന്റെ ഓഹരിയാ. എത്ര പേരുണ്ട് കൂടെ വിശ്വസിക്കുന്ന? എനിക്ക് ദൈവസന്നിധിയിൽ ഒരുത്തൻ വിശ്വസ്തയോടെ ഈ ബൈബിൾ എടുത്തുകൊണ്ട് വിശ്വസ്തയോടെ നടന്നാൽ നിനക്ക് തരാൻ പോകുന്ന ഓഹരി ഇവിടെ വരുന്ന സാധാരണ മനുഷ്യന്റെ ഓഹരിയല്ല, സ്വർഗം നിനക്ക് ഓഹരിയാക്കി തരും. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? യോസേപ്പ് ദൈവസന്നിധി വിശ്വസ്തയോടെ നടന്നപ്പോ സ്വർഗം അവൻ ഓഹരി പങ്കിട്ടു. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നിങ്ങൾ തിരിച്ചറിയും. യോസേപ്പ് ചിന്തിക്കാത്തത്, സഹോദരന്മാർ ചിന്തിക്കാത്തത്, ദേശം ചിന്തിക്കാത്തത് സ്വർഗം ചിന്തിച്ചെങ്കിൽ ഇന്ന് പകൽ ആത്മാവിനകത്ത് ഞാൻ വിളിച്ചു പറയാം, നിന്റെ ഭാവിയെ കരുതുന്ന ഒരു ദൈവം നിനക്ക് സ്വർഗത്തിലുണ്ട്. ഇന്ന് എത്ര പേർ ആത്മാവിനകത്ത് വിളിച്ചു പറയുന്നു, മനുഷ്യൻ മുഴുവൻ നിന്റെ വാതിലടച്ചാൽ, നിന്നെ കാരാഗ്രഹത്തിൽ ഇട്ടാൽ, 10 പേരുടെ ഭവനത്തിൽ ഇട്ടാൽ, അവൻ കൊട്ടക്കണക്കിൽ ഇട്ടാൽ, ഒരു ദൈവം നിനക്കുണ്ടെങ്കിൽ ആ വാഗ്ദത്തം നിന്റെ മേൽ ഇറങ്ങി വരും. ആ വാഗ്ദത്തം നിന്റെ മേൽ ഇറങ്ങി വരും. നീ വിശ്വസ്തനെന്ന് നീ നടന്ന് തെളിയിക്കാൻ തയ്യാറാണെങ്കിൽ ഇന്ന് കുഞ്ഞെ നീ വ്യാകുലപ്പെടേണ്ട വരത്തില്ല, നീ കണ്ണുനീരൊഴുക്കേണ്ട വരത്തില്ല. ഈ നാളുകൾ കഴിയുന്നത് ഒരു അത്ഭുതത്തിന്റെ വാതിൽ ദൈവം നിനക്കായി തുറക്കുമെന്ന് യോസേപ്പ് ചിന്തിക്കാതിരുന്നപ്പോ പടയാളികൾ അവന്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, യോസേപ്പെ കാരാഗ്രഹത്തിന്റെ പുറത്തു പോ. എന്നതാ കാരണം എന്നറിയാമോ? ഫറവോൻ നിന്നെ അന്വേഷിക്കുക. ഇന്ന് പകലി ആത്മാവിനകത്തറിഞ്ഞു, ഫറവോൻ എന്ന പേരിനെ കേട്ടിട്ടേ ഉള്ളൂ, കണ്ടിട്ടില്ല. എന്നാൽ ഫറവോന്റെ അരികിലേക്ക് ചെല്ലുന്നവൻ മണിക്കൂറുകൾക്കുള്ളിൽ, അവൻ മിനിറ്റുകൾക്കുള്ളിൽ അവന്റെ ഭാവിയെ മാറി എഴുതുക. ഇതിന് പകലി വിളിച്ചു പറയാ, ദൈവം നിന്റെ ഭാവിയെ മാറ്റുന്നത് വിത്തിൻ സെക്കൻഡ് കൊണ്ട്. നിന്റെ ഭാവിയെ മാറ്റുന്നത് നീ ചിന്തിക്കാത്ത സമയം, ഒരു മനുഷ്യന്റെ കണ്ണ് കണ്ടിട്ടില്ലാത്ത സമയം, ഒരു മനുഷ്യന്റെ ചെവി കേട്ടിട്ടില്ലാത്ത
ഇല്ലാത്ത സമയം നിന്റെ ഭാവിയെ മാറ്റുവാൻ അവൻ വിശ്വസ്തനായ ഒരു ദൈവമാ. നിന്നോട് പറഞ്ഞ് വാഗ്ദത്തത്തിന് ഒരു സമയമുണ്ടെങ്കിൽ ഇന്ന് വിശ്വസ്തയോടെ നിൽക്കാമെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ അറിയാം. യോസേപ്പ് ചിന്തിക്കാത്തത് ഇവിടെ നിങ്ങൾ അറിയണം. യോസേപ്പ് ചിന്തിക്കാത്തത് ഒരു സ്വപ്നത്തെ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോ ഹല്ലേലൂയ ഒരുവൻ പറയുക, ആ രാജ്യത്തിന്റെ തലവൻ പറയുക, ആ രാജ്യത്തിന്റെ രാജാവ് പറയുക, നീ എന്റെ ഗ്രഹത്തിന് മേലധികാരിയാ. ഇന്ന് പകൽ ഓർത്തണം, ചിന്തിക്കാത്ത ദൈവം തരാൻ പോവാ. ചിന്തിക്കാത്ത നിന്റെ ഭവനത്തിൽ വരാൻ പോവാ. ചിന്തിക്കാത്ത നന്മ നിന്റെ ഭവനത്തിൽ വരാൻ പോവാ. ചിന്തിക്കാത്ത അത്ഭുതം നിന്റെ ഭവനത്തിൽ വരാൻ പോവുക. ഇന്ന് വെളിപ്പെടുത്താൻ തയ്യാറാണോ ദൈവസന്നിധിയിൽ? ഹല്ലേലൂയ പറയുന്നു, മേലധികാരം നിന്റെ വാക്ക് എന്റെ ജനമെല്ലാം അനുസരിക്കും. സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനാവും. 41 ഇതാ മിസ്രൈം ദേശത്തിനൊക്കെയും ഞാൻ നിന്നെ മേലധികാരിയാക്കിയിരിക്കുന്നു. ഫറവോൻ യോസഫിനോട് പറഞ്ഞു. ഫറവോൻ തന്റെ കയ്യിൽ നിന്ന് മുദ്രമോതിരം ഊരി യോസഫിന്റെ കൈക്കിട്ടു. യോസഫിന്റെ കൈക്കിട്ടു. അവനെ നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചു. ഒരു സ്വർണ്ണ സരപ്പളിയും അവന്റെ കഴുത്തിൽ ഒരു സ്വർണത്തിന്റെ പട്ടയം കിട്ടുക. ഇന്നലെ വരെ ഇട്ടിരുന്ന പട്ടയം എന്നറിയോ? അടിമപ്പാളയത്തിനകത്ത് പാച്ചകുത്തി ഒരു കരമ്പിയിട്ട് അവനെ ബന്ധിച്ചു വെച്ചിരുന്നെങ്കിൽ ഈ നേരോടെ നടക്കുന്നവൻ ഒരു നന്മയ്ക്കും കുറവ് വരത്തില്ലെന്ന് വെളിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽക്കാലം പറ, നിന്റെ വിദ്യാഭ്യാസമല്ല, നിന്റെ കുടുംബ ശ്രേഷ്ഠതയല്ല, നീ ദൈവസന്നിധി നിന്ന് വിശ്വസ്തനാണെങ്കിൽ നീ ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയാം, നീ വിശ്വസ്തൻ എന്ന് തെളിയിച്ച നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. എത്ര പേര് വിശ്വാസോടെ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഇന്ന് കുഞ്ഞെ, നീ ആകുല ചിന്തയ്ക്കകത്താക, നീ കണ്ണുനീരിനകത്താക, നിന്നുകൊണ്ട് നീ മൂടപ്പെട്ടവനാക, ദേശക്കാർ നിന്നെ പഴിക്കുന്നുണ്ടാക. ഇന്ന് പകൽ എനിക്കൊന്നേ പറയാൻ അറിയത്തുള്ളൂ, നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ലാതെ സ്വർഗത്തിൽ നിന്ന് ദൈവം പറയുന്നു, ഞാൻ അവനെ ഉറ്റുനോക്കി, ഞാൻ അവനെ നോക്കി, അവനിലൊരു ദോഷവും കണ്ടില്ലെങ്കിൽ ഇന്ന് പകൽ എഴുതി വെച്ചോ, നീ ദേശത്തെ പിടിക്കുന്നവനായി മാറാ, നിന്റെ കൈകളിൽ അത്ഭുതം നടക്കുന്നവനായി മാറാ, നീ ദേശത്തിനകത്തൊരു അടയാളമായി മാറും. ഓ ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർ വിശ്വാസത്തോടെ ഹല്ലേലൂയ പ്രതിസന്ധിയുടെ മുന്നിൽ നിൽക്കുമ്പോ ചിലരെല്ലാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നവനോ കരുണയുള്ള ദൈവമാ. എന്ന ദൈവം ചിലരെ വിളിച്ച് വേർതിരിക്കുമ്പോ ഓർത്തോണം, അവരെ കൊണ്ട് തന്നെ ദൈവം ഒരു അത്ഭുതമാക്കി മാറ്റോ. ഇന്ന് പകലിൽ നിങ്ങളുടെ അകത്തറിയണം, നിങ്ങൾ പ്രാർത്ഥിച്ചിറങ്ങിയവരല്ല, ദൈവം നിങ്ങളെ വിളിച്ചിറക്കിയതാണെങ്കിൽ ദേശത്തിനകത്ത് നിങ്ങളൊരു അത്ഭുതമായി മാറും. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ചിന്തിക്കാത്ത മണ്ഡലങ്ങൾ ദൈവം തുറന്നിട്ട് പറഞ്ഞു, തന്റെ രണ്ടാമത്തെ രഥത്തിൽ അവനെ കയറ്റി മുട്ടുകുത്തുവീൻ എന്ന് അവന്റെ മുൻപിൽ വിളിച്ചു പറയിച്ചു. ഇങ്ങനെ അവനെ മിസ്രൈം ദേശത്തിലൊക്കെയും മേലധികാരിയാക്കി. പിന്നെ ഫറവോൻ യോസഫിനോട്, ഞാൻ ഫറവോനാകുന്നു, നിന്റെ കൽപ്പന കൂടാതെ മിസ്രൈം ദേശങ്ങും യാതൊരൊന്നും കയ്യോ കാലോ അനക്കത്തില്ല. ഇന്ന് പകലേ അറിഞ്ഞു, നേരോടെ നടക്കുന്നവൻ തേടിപ്പോകണ്ട, തമ്പുരാൻ തേടിത്തരും. ഓ, നേരോടെ നടക്കുന്നവന് വേണ്ടി കാക്ക വരും. ഹല്ലേലൂയ. ഇന്ന് പകൽ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ? ഹല്ലേലൂയ. നേരോടെ നടക്കുന്നവന് വേണ്ടി സ്വർഗത്തിന്റെ വാതിൽ തുറക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുക? നേരോടെ നടക്കുന്നവനാണ്, നേരോടെ വിശ്വസ്തയോടെ നിൽക്കുന്നവന് വേണ്ടി സ്വർഗത്തിലെ ദൈവത്തിന്റെ അത്ഭുതകരം ചലിക്കപ്പെടും. എത്ര പേര് വിശ്വാസത്തോടെ ഇന്ന് പകൽക്കാലം എടുക്കുന്നുണ്ട്? ഒരു യോസഫിനെ ദൈവം അനുഗ്രഹിച്ചതിന്റെ കാര്യം പ്രതികൂലത്തിനകത്തും പ്രശ്നത്തിനകത്തും നിന്ദയ്ക്കകത്തും പരിഹാസത്തിനകത്തും വരുമ്പോഴോ അവിടെ എല്ലാം ഓരോ വാക്ക് കിടപ്പുണ്ട്. യോസഫിന്റെ കൂടെ ദൈവത്തിന്റെ കരം ചലിക്കപ്പെടുക. ഇന്ന് പകൽക്കാലം പറഞ്ഞ, നിന്റെ പ്രതിസന്ധിയുടെ സമയത്ത്, നിന്റെ സങ്കടത്തിന്റെ സമയത്ത് നിന്നോടുകൂടെ ദൈവമുണ്ടെന്ന് പറയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യും. എത്ര ഒരു വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ചു തന്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. ഒരുവന് 5 താലന്ത്, ഒരുവന് 2, ഒരുവന് 1, ഇങ്ങനെ ഓരോരുത്തന് അവനവന്റെ പ്രാപ്തി പോലെ അവർക്ക് കൊടുത്തു. യാത്ര പുറപ്പെട്ടു. 5 താലന്ത് ലഭിച്ചവൻ ഉടനെ ചെന്ന് വ്യാപാരം ചെയ്ത് വേറെ 5 താലന്ത് സമ്പാദിച്ചു. അങ്ങനെ തന്നെ 2 താലന്ത് ലഭിച്ചവൻ വേറെ 2 നേടി
2 നേടി. 1 ലഭിച്ചവനോ പോയി നിലത്ത് ഒരു കുഴി കുഴിച്ചു യജമാനന്റെ ദ്രവ്യം മറച്ചു വെച്ചു. 10ാമത്തെ വാക്യം. വളരെ കാലം കഴിഞ്ഞ ശേഷം ആ ദാസന്മാരുടെ യജമാനൻ വന്ന് വളരെ കാലത്തിന് ശേഷം ദാസന്മാരുടെ യജമാനൻ അവരുമായി കണക്ക് തീർപ്പാൻ വന്നു. 5 താലന്ത് ലഭിച്ചവൻ അടുക്കെ വന്ന് 5 താലന്ത് ലഭിച്ചവൻ അടുക്കെ വന്നു വേറെ 5 കൂടെ കൊണ്ടുവന്നു. യജമാനനെ 5 താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത്. 5 താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത്. ഞാൻ 5 താലന്ത് കൂടെ നേടിയിരിക്കുന്നു 5 താലന്ത് കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യജമാനൻ നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. ഇവിടുത്തെ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോണേ. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികാരത്തിന് വിചാരകനാക്കും എന്ന് പറഞ്ഞു. ഈ ഒരൊറ്റ വാക്ക് നിങ്ങളുടെ അകത്ത് നിന്നോണം. ഇവിടെ ഞാൻ മെസ്സേജ് തുടങ്ങാൻ പോകുന്നത്. ഇവിടെ പറയുന്നു, ഒരുത്തിന് 5 താലന്ത് കൊടുത്തു, ഒരുത്തിന് 2 താലന്ത് കൊടുത്തു, ഒരുത്തിന് 1 താലന്ത് കൊടുത്തു. 5 താലന്ത് കിട്ടിയവൻ അത് 10 ആക്കി, 2 കിട്ടിയവൻ അതും ഇരട്ടിയാക്കി, 4 ആക്കി, 1 കിട്ടിയവൻ അവിടെ കുഴിച്ചിട്ടു. ഇവിടെ ആമീൻ കാലങ്ങൾക്ക് ശേഷം യജമാനൻ മടങ്ങി വന്നു. ഇപ്പോൾ നിങ്ങളുടെ അകത്തറിയണം, ഈ താലന്ത് ലഭിക്കപ്പെട്ടവനെ വ്യാപാരം ചെയ്യുവാനുള്ള കൃപ ദൈവം കൊടുത്തിട്ടുണ്ട്. പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇവിടെ യജമാനൻ വന്നതിന് ശേഷം ഇവിടെ പറയുന്നു, യജമാനൻ വന്ന് 5 താലന്തുള്ളവൻ 10 താലന്ത് ദൈവസന്നിധി വെക്കുമ്പോ, യജമാനന്റെ മുന്നിൽ വെക്കുമ്പോ അതിന് യജമാനൻ നല്ലവനും. ഒന്ന് ആര് പറയുന്നു? യജമാനൻ പറയാ. നീ ആരാന്ന് പറഞ്ഞു? നല്ലവനാ. രണ്ടാമത്തേതോ? വിശ്വസ്തനുമായ. ഇവിടെ നിങ്ങൾ അറിഞ്ഞോണം, വിളിച്ചവൻ വിശ്വസ്തത വെളിപ്പെടുത്തണം. ഏൽപ്പിച്ചവന്റെ മുന്നിൽ നിന്നുകൊണ്ട്, യജമാനന്റെ മുന്നിൽ നിന്നുകൊണ്ട് പറയുക, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, നീ ചെറിയ കാര്യത്തിൽ വിശ്വസ്തനായതുകൊണ്ട് ഞാൻ നിന്നെ അധികത്തിന് നിന്നെ എന്തിലേക്ക് മാറ്റാൻ പോവാ? എന്റെ കൂടെ ഉണ്ടോ? ഈ ചെറിയ കാര്യത്തിൽ നീ വിശ്വസ്തനായതുകൊണ്ട് നിന്നെ അധികത്തിൽ. എൻ്റെ കൂടെ നിങ്ങൾ വരുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യാം. ചിന്തിക്കാത്തൊരു അനുഗ്രഹം വരാൻ പോവാ. ചിന്തിക്കാത്ത ഒരു നന്മ നിന്റെ ഭവനത്തിൽ വെളിപ്പെടാൻ പോവാ. അവൻ ദാസൻ ചിന്തിക്കാത്തത് ദൈവം പറയുക. നിങ്ങൾക്ക് വേണ്ട സംശയം ഉണ്ടെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 39 അധ്യായം അതിന്റെ 3, 4, 5 വാക്യം ഒന്ന് വായിച്ചേ. 39. യഹോവ അവനോട് കൂടെ ഉണ്ടെന്ന് അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുമെന്നും അവന്റെ യജമാനൻ കണ്ടു. യഹോവ അവനോട് കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നു എന്നും അവന്റെ യജമാനൻ കണ്ടു. അതുകൊണ്ട് യോസേഫ് അവന് ഇഷ്ടനായി ശുശ്രൂഷ ചെയ്തു. അവൻ അവനെ അവനെ ആരാക്കി? കണ്ടോ? അല്പത്തിൽ വിശ്വസ്തത യോസേഫ് വെളിപ്പെടുത്തി. മുഴുവൻ എടുത്തു പോകാൻ സമയം കുറവാ. ദൈവം യോസേഫ് എന്തായിരുന്നു പറയുന്നു? യോസേഫ് വിശ്വസ്തനായിരുന്നു. യോസേഫിന്റെ യജമാനനെ ഏൽപ്പിച്ചു. ഇവിടെ നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ വന്നപ്പോൾ 5 താലന്ത് കൊടുത്തവൻ അവനോട് പറയുന്നു, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായോട് നിന്നെ എന്ത് ചെയ്യാൻ പോവാ? ഇത് യോസേഫിലേക്ക് വന്നേ. യോസേഫ് ഇവിടെ നിൽക്കുന്ന ആരുടെ ഭവനത്തിലാ? പൊത്തിഫാറിന്റെ ഭവനത്തിലാ നിൽക്കുന്നേ. അവിടെ നിൽക്കുന്ന യോസേഫിന്റെ കൂടെ ആരുണ്ടെന്ന് മനസ്സിലായി. യജമാനന് ബലപ്പെട്ട് പറയുക, യോസേഫ് അവന് ഇഷ്ടനായി ശുശ്രൂഷ ചെയ്തു, അവൻ ഗൃഹവിചാരകനായി, തനിക്കുള്ളതൊക്കെയും അവന്റെ കയ്യിലേൽപ്പിച്ചു. എന്നിട്ട് എത്രാമത്തെ വാക്യം വരുന്നത്? 4-ാമത്തെ വാക്യം. 5-ാമത്തെ വാക്യം, അവൻ തന്റെ വീട്ടിനും തനിക്കുള്ള സകലത്തിനും അവനെ വിചാരകന. ഏതിലാ വിചാരകന? ഈ പൊത്തിഫാറിന്റെ ഭവനം എന്ന് പറയുന്നത് 10,000 ലക്ഷക്കണക്കിന് ഒരാളെ വീടാ ആണേ. നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് വന്നോണം. ആ വീടിന്റെ അധികാരത്തിലേക്ക് ആരെ കൊണ്ടുവന്നു?
ദൈവം ആഗ്രഹിക്കുന്ന തലം വ്യത്യാസമാണ്. ഇപ്പൊ യോസഫ് നിൽക്കുന്ന എവിടെയാ? പൊത്തിപ്പേറിന്റെ വീട്ടിൽ. ആ വീടിന്റെ ആരായിട്ട് മാറി? അവിടുത്തെ സകലത്തിനും അവനെ വിചാരകനാക്കിയത് മുതൽ യഹോവ യോസഫ് നിമിത്തം മിസ്രൈമിന്റെ വീടിനെ അനുഗ്രഹിച്ചു, വീട്ടിലും വയലും. അവനുള്ള സകലത്തിന്മേലും യഹോവയുടെ അനുഗ്രഹമുണ്ട്. അവൻ എങ്ങനെ ആയതുകൊണ്ട് നോക്കണം, ആ വീട് അനുഗ്രഹിക്കപ്പെടുവാൻ കാരണമായിരിക്കുന്നത് അവൻ ആരായതുകൊണ്ടാ. പിടികിട്ടിയോ? ദൈവം അമ്മ നോക്കിയേ, ഇവനൊരു ദൈവം അവനെ ആക്കിയെടുത്ത് അവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? വിശ്വസ്തയോടെ നിൽക്കുന്നുണ്ട്. അതിന് ദൈവം എന്ത് ചെയ്തു? ആ വീടിനെയും അനുഗ്രഹിച്ചു. 6-ാമത്തെ വാക്യം, തനിക്കുള്ളതൊക്കെയും യോസഫിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. താൻ ഭക്ഷിക്കുന്ന ഭക്ഷണമൊഴികെ അവന്റെ കൈവശമുള്ള മറ്റു യാതൊന്നും അവനെ സകലത്തിലുമാക്കി വെച്ചു. ഇനി നമ്മൾ നേരെ മത്തായിലേക്ക് വന്നേ, 25-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം. മത്തായിയുടെ സുവിശേഷം 25-ന്റെ. അതിന് യജമാനൻ നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. അവിടെ ഇവിടെ നോക്കണേ, യോസഫിനെ പൊത്തിപ്പേറിന്റെ ഭവനത്തിൽ എന്തായി കണ്ടു? വിശ്വസ്തനായി കണ്ടു. അവിടുത്തെ ഇവിടെ നോക്കിയേ, ബാക്കി വായിച്ചേ. അതിന് യജമാനൻ നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. നല്ലവനും ഇവിടെ യോസഫ് നിൽക്കുന്ന വിശ്വസ്തനാണേ. ആ വീടിന്റെ ഭവനത്തിൽ നിൽക്കുമ്പോൾ നോക്കണം, യോസഫ് ആർക്ക് വിശ്വസ്തനാ? പൊത്തിപ്പേർ എന്ന് പറഞ്ഞ യജമാനൻ വിശ്വസ്തനാ. ഇവിടെ പറയുമ്പോ ഇവിടെ ദാസനെ ഏൽപ്പിച്ചു. ഇവിടെ പറയുക, വിശ്വസ്തനും ആയ ദാസനെ നീ അല്പത്തിൽ വിശ്വസ്തനായി. നീ അല്പത്തിൽ കണ്ടോ? യോസഫിനെ ഏൽപ്പിച്ചപ്പോ ഞാൻ പറഞ്ഞു, അനേക ഭവനങ്ങൾ പൊത്തിപ്പേറിന്റെ ഒരു ഭവനത്തിലെ കാവൽക്കാരനല്ലേ അവിടുത്തെ ആൾക്കാർ. അല്പത്തിൽ, ചെറിയതിൽ നീ വിശ്വസ്തനാണെങ്കിൽ അധികത്തിലേക്ക് ദൈവം നിന്നെ മാറ്റും. എത്ര പേരുടെ കൂടെ വരുന്നുണ്ട്? പൊത്തിപ്പേറിന്റെ ഭവനത്തിൽ അവൻ വിശ്വസ്തൻ എന്ന് വെളിപ്പെടുത്തിയപ്പോ ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് സ്വർഗം കൊണ്ടുപോയെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ അറിയണം, ആമേ, അധികത്തിൽ നിന്നെ വിചാരകനാക്ക്. നീ ചിന്തിക്കാത്ത വാതിൽ ദൈവം നിനക്ക് വേണ്ടി തുറക്കോ. നീ ഇന്ന് പകൽ വിശ്വസ്തൻ എന്ന് തെളിയിച്ചാല്, ഇന്ന് പകൽ ആത്മാവിനകത്ത് ഞാൻ പറയാം, അനേക പ്രവചനങ്ങൾ ലഭിക്കപ്പെട്ടിട്ട് നിന്റെ വീടിന്റെ വാതിൽ തുറന്നില്ലെങ്കിൽ അത് നീ ഇന്ന് എവിടെയോ തിരുത്തേണ്ടതിനെ ഇന്ന് പകൽ തിരുത്തുവാൻ റെഡിയാകണം. എവിടെയോ. ഞാൻ അതുകൊണ്ടാ പറഞ്ഞത്, ഉൽപ്പത്തി പുസ്തകം തുടങ്ങുമ്പോൾ 10 കാര്യം ദൈവം ഏൽപ്പിച്ചെങ്കിൽ 9 കാര്യം വിശ്വസ്തതയാ. ഒരു കാര്യത്തിന് എന്ത് മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ ദൈവം വിശ്വസ്തനെന്ന് നിന്നെ വിളിക്കത്തില്ല. യോസഫ് വിശ്വസ്തനെന്ന് വെളിപ്പെടുത്തിയപ്പോ അമ്മ ദൈവം പറയുവാണ്, അധികത്തിൽ വിചാരകനാക്കുമെന്ന്. നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കണമെന്ന് ഇവിടെ പറയുന്നത്. പ്രവേശിക്കുക എന്ന് അവനോട് പറഞ്ഞു. 22-ാമത്തെ വാക്യം, 2 താലന്ത് ലഭിച്ചവൻ അടുക്കേ വന്നു. യജമാനനെ 2 താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത്. 2 താലന്തല്ലേ എന്നെ ഏൽപ്പിച്ചത്? ഞാൻ 2 താലന്ത് കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യജമാനൻ നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നത് കൊണ്ട് ഞാൻ നിന്നെ അധികത്തിൽ വിചാരകനാക്കും. ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയുന്നു, നിങ്ങൾ ഈ ഭൂമിയിൽ ഇപ്പോൾ നിൽക്കുന്നത് വിശ്വസ്തയോടെ ചെയ്താൽ, നിങ്ങൾ വിശ്വസ്തനെന്ന് വെളിപ്പെടുത്തിയാൽ, നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുക. നീ ചിന്തിക്കാത്ത വഴികൾ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുക. നീ വിശ്വസ്തനെന്ന് ദൈവസന്നദ്ധയിൽ വെളിപ്പെടുത്തണം. ഹല്ലേലൂയ. വിശ്വസ്തനെന്ന് വെളിപ്പെടുത്താതെ എത്ര കാലും കൈയിട്ട് അടിച്ചു പോയാലും എന്തിലേക്ക് വരത്തില്ല? അനുഗ്രഹത്തിൽ വരത്തില്ല. ഇങ്ങനെ അങ്ങ് പോകത്തേ ഉള്ളൂ. ഇവിടെ പറയും, ദാസനെ നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിൽ വിചാരകനാക്കും. നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക്. യജമാനൊരു സന്തോഷമുണ്ട്. ഫറവോന്റെ കൊട്ടാരത്തിനകത്ത് യോസഫിനെ കൊണ്ടെത്തിച്ചപ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ദൈവമാണ്. ആക്കിയെന്ന് മാത്രമല്ല, ഫറവോന്റെ നാവിനോട് കൂടെ ദൈവം നിന്നിട്ട് പറഞ്ഞു, അധികാരം കൊണ്ട് മാത്രമേ ഞാൻ ഒന്നാമൻ, നിനക്ക് മുഴുവൻ അധികാരവും ഞാൻ തരിക. ഹല്ലേലൂയ. ഇന്ന് പകൽ എത്ര പേര് വിശ്വാസത്തോടെ ഇരിക്കുന്നത്? ചിന്തിക്കാത്ത വാതിൽ ദൈവം നിനക്ക് വേണ്ടി തുറക്കണോ? ചിന്തിക്കാത്ത വഴി നിങ്ങളുടെ ഭവനത്തിൽ വരണോ? ചിന്തിക്കാത്ത മാർഗം ദൈവം നിനക്ക് തരണമോ? നീ വിശ്വസ്തരെന്ന് നടന്ന് തെളിയിക്കണം. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ഇസഹാക്കിനെ പോലെ യാക്കോബിനെ പോലും അനുഗ്രഹം വരണമെങ്കിൽ അബ്രഹാമിനെ പോലെ ഒരു അപ്പനായി മാറണം. ഹല്ലേലൂയ. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യാം. വിശ്വാസത്തിനകത്ത് വിളിച്ചു പറയണം. അതുകൊണ്ട് പറയുന്നു, അവനോട് 1 താലന്ത് ലഭിച്ചവൻ അടുക്ക വന്നു. ആ യജമാനൻ
യജമാനൻ എല്ലാവരും അടുക്ക വന്നിട്ട് പറയാ, നീ വിതയ്ക്കാത്തിടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തിടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യനെന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ ഭയപ്പെട്ടു. ചെന്ന് നിന്റെ താലന്ത് നിലത്തു മറച്ചു വെച്ചു. നിന്റേത് ഇതാ എന്ന് എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. അതിന് യജമാനൻ ഉത്തരം പറഞ്ഞത്, ദുഷ്ടനും മടിയനുമായ ദാസനെ, ഞാൻ വിതയ്ക്കാത്തിടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തിടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്നവനെന്ന് നീ അറിഞ്ഞുവല്ലോ. ഇവിടെ നോർത്തോണം, ഇതെല്ലാം എവിടെയുള്ളവരാ? പിടികിട്ടിയോ? ഇവരെല്ലാം വിശ്വാസഗോളത്തിൽ നിൽക്കുന്നവരാ. ഒരുത്തൻ ദൈവസന്നിധി വിശ്വസ്തനായിരുന്നവനെ ദൈവം പറയാ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. രണ്ടാമത്തെ ഇതിനകത്തെല്ലാം ഉണ്ട്. പക്ഷെങ്കിൽ അവൻ എന്നാന്നാ പറയാ? അവനെ കുറിച്ച് ദൈവം പറഞ്ഞ ദുഷ്ടനായവൻ എന്നാ പറഞ്ഞല്ലേ? വായിച്ചേ അവിടെ മാത്രം. അതിന് യജമാനൻ ഉത്തരം പറഞ്ഞത്, ദുഷ്ടനും മടിയനുമായ. കണ്ടോ, ആരാധനയ്ക്ക് വീട്ടിൽ ഇരിക്കുമ്പോ ദൈവം പറഞ്ഞു, കൊള്ളാം, നല്ല മിടുക്കനാ കേട്ടോ, പള്ളി വീട്ടിൽ തന്നെ ഇരിപ്പുണ്ടല്ലോ. ദൈവം അങ്ങനെ പറയുവോ? മഹത്വം കൊടുക്കുന്നവന്റെ സന്നിധി വരാത്തവനെ കുറിച്ച് ദൈവത്തിന് ഒന്നേ പറയുള്ളൂ, മടിയൻ. ദൈവസന്നിധിയിൽ വിശ്വസ്തനെന്ന് വെളിപ്പെടുത്തിയാൽ നിന്റെ തലമുറ ഒരു അനുഗ്രഹമായി മാറും. ഇവിടെ ദൈവം യജമാനൻ പറയുക, ദുഷ്ടനും മടിയനുമായ ദാസരെ, ഞാൻ വിതയ്ക്കാത്തിടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തിടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്നവൻ എന്ന് നീ അറിഞ്ഞുവല്ലോ. നീ എന്റെ ദ്രവ്യം പൊൻവാണിഭക്കാരെ ഏൽപ്പിക്കാമായിരുന്നു. എന്നാൽ ഞാൻ വന്ന് എന്റേത് പലിശയോടുകൂടെ വാങ്ങിക്കൊള്ളുമായിരുന്നു. എനിക്ക് വേണമെങ്കിൽ മറ്റൊരുത്തനെ ഏൽപ്പിക്കാമായിരുന്നു. ഞാൻ നിന്നെ ഏൽപ്പിച്ചത് നീ വിശ്വസ്തനെന്നാണ് അറിയുവാനാ. മോശയോട് ദൈവം പറയുന്നുണ്ട്. മോശ പറയുന്നത്, ഞാൻ വിക്കനായ മനുഷ്യനാ, എന്നെ കൊള്ളത്തിൽ തടിച്ച നാവുള്ള. മോശയോട് ദൈവം പറയുന്ന വാക്കേ, മോശേ, ഞാനാകുന്നു. നീ വേണ്ടെന്ന് പറഞ്ഞാൽ മറ്റൊരുവനെ എനിക്ക് എഴുന്നേൽപ്പിക്കാൻ പറ്റും. ഇന്ന് പകലറിയണം, ഏൽപ്പിച്ചത് വിശ്വസ്തയോടെ ചെയ്താൽ നീ ദേശത്ത് ഹല്ലേലൂയ മഹാന്മാരുടെ കൂടെ നീ ഓഹരി പങ്കിടും. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഹല്ലേലൂയ. വാതിലുകളെ തുറക്കണമെങ്കിൽ, അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ദൈവസന്നിധിയിൽ വിശ്വസ്തനെന്ന് ഹല്ലേലൂയ വെളിപ്പെടുത്തുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യാം. 28-ാമത്തെ വാക്യം പറയുന്നു, വായിച്ചു. താലന്ത് അവന്റെ പക്കൽ നിന്നും എടുത്ത് 10 താലന്തുള്ളവന് കൊടുപ്പി. അവന് കൂടുതൽ അനുഗ്രഹത്തിലേക്ക് അവനെ എന്ത് ചെയ്തു? അവനെ ദൈവം തമ്പുരാൻ മാറ്റി. വിശ്വസിക്കുന്നുവോ? അപ്പൊ നമ്മുടെ അകത്ത് നമ്മൾ എന്തറിയണം? നമ്മൾ ദൈവസന്നിധിയിൽ നിൽക്കുന്നത് വിശ്വസ്തതയാണെന്ന് വെളിപ്പെടുത്തണം. ആര് വെളിപ്പെടുത്തണം? ഹലോ, എന്നെ കൂടെ ഉണ്ടോ നിങ്ങൾ വെളിപ്പെടുത്തണം. ആര് വിശ്വസ്തന്ന്? അനുഗ്രഹിക്കപ്പെടാത്തതിന്റെ കാര്യം പിടികിട്ടിയോ? നല്ലൊരു സ്തോത്രം പറഞ്ഞേ. പിടികിട്ടിയോ? അനുഗ്രഹിക്കപ്പെടാതിരിക്കുന്നതിന്റെ കാര്യം പിടികിട്ടിയോ? പാസ്റ്റർ പ്രാർത്ഥിക്കാഞ്ഞിട്ടല്ല, പാസ്റ്റർ ഉപവസിക്കാഞ്ഞിട്ടല്ല, പാസ്റ്റർ ഞങ്ങളെ മാത്രം മാറ്റി നിർത്തി മറ്റവരെ സ്നേഹിച്ചത് കൊണ്ട് അവർ അനുഗ്രഹിക്കപ്പെട്ടു പോയ അവർക്ക് പ്രാർത്ഥിച്ചത് കൊണ്ട് എന്നൊന്നുമല്ല. 1-ാം മണിക്ക് വന്നവനും 2-ാം മണിക്ക് വന്നവനും 3-ാം മണിക്ക് വരും കൂലി കൊടുക്കുന്ന ഒരുവനുണ്ട്. നീ വിശ്വസ്തനെന്ന് ദൈവസന്നിധിയിൽ വെളിപ്പെടുത്തിയാൽ നിന്റെ വാതിൽ സ്വർഗം തുറക്കും. എത്ര പേര് ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കുന്നുണ്ട്? അപ്പൊ നമ്മുടെ മേൽ നമ്മൾ ദൈവസന്നിധിയിൽ ദൈവം പറയണം, നീ നല്ലവനും വിശ്വസ്തനുമായ ദാസനെയാണ്. നീ എന്ത് ചെയ്യണം? നീ ഇന്ന് നിൽക്കുന്നതിന് നിന്നെ അധികത്തിലേക്ക്, ആരുടെ സന്തോഷത്തിലേക്ക് എന്നാ പറഞ്ഞേ? ദൈവത്തിന്റെ സന്തോഷത്തിലേക്ക്. ഓർത്തോണം, ഇന്നായിരിക്കുന്ന ഒന്നും ദൈവത്തിന്റെ സന്തോഷത്തിലേക്ക് ആയില്ല. ദൈവത്തിന്റെ സന്തോഷത്തിലേക്ക് ദൈവം നിന്നെ ട്രാൻസ്ഫർ ചെയ്യും. ദൈവത്തിന്റെ ഹിതത്തിലേക്ക് ദൈവം നിന്നെ മാറ്റും. ദൈവത്തിന്റെ അനുഗ്രഹത്തിലേക്ക് നിന്നെ മാറ്റുക. നീ തൊടുന്നതൊക്കെ അനുഗ്രഹമായി മാറുക. ആമേൻ. ദൈവത്തിന്റെ അനുഗ്രഹത്തിലേക്ക് ഒരുവൻ വരുന്നു. അബ്രഹാമിന്റെ മകൻ ഇസഹാക്കിനെ വരുമ്പോ ആമേൻ ദൈവത്തിന്റെ ഹിതത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ നോക്കിയറിയാം. അവിടെ ബൈബിൾ തുടങ്ങുക,
അബ്രഹാമിന്റെ കാലത്തുണ്ടായ പോലൊരു ക്ഷാമകാലത്ത് ദൈവത്തിന്റെ അനുഗ്രഹത്തെ നിൽക്കുന്നവൻ ഇസ്ഹാക്ക് വിതച്ചപ്പോ 30, 60, 100 മേനിയായെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ദൈവത്തിന്റെ ഇഷ്ടത്തിലേക്ക് ഒരുവൻ വരുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നിന്റെ വാതിലുകളെ ദൈവം തമ്പുരാൻ തുറക്കോ. ഇന്ന് പകൽ നാവിനെ സൂക്ഷിക്കുക, നിങ്ങളുടെ നാവിനെ സൂക്ഷിക്കുക. ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിനകത്ത് നിലനിൽക്കുക. ദൈവം നിന്നെ ആരാധന മുടക്കി വീട്ടിയിരിക്കാൻ ദൈവം അനുവദിക്കുന്നില്ല. നിന്റെ വാതിൽ തുറക്കാതിരുന്നെങ്കിൽ അതൊരു ദൈവസഭയുടെ കുഴപ്പമല്ല, അത് നിന്റെ കുഴപ്പം കൊണ്ട് തന്നെയാ. നീ മാറി മാറി ഉപവാസം നടത്തിയാലും മാറി മാറി നീ ഉപവസിച്ചാലും നിന്റെ ഭവനം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നിന്റെ നാവ് കൊണ്ട് നിനക്ക് തെറ്റുപറ്റിയതിനെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാത്തിടത്തോളം കാലം നീയോ നിന്റെ തലമുറയോ അനുഗ്രഹത്തിലേക്ക് പോകത്തില്ല. യജമാനൻ പറയുന്നു, ദുഷ്ടനായ ദാസനെ. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? എത്ര എല്ലാം ഉപവസിച്ചാലും എത്രയെല്ലാം പ്രാർത്ഥിച്ചാലും ഒരു മറുപടി നിന്റെ ലെവലിൽ വരണമെന്ന് വരികിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നീ വിശ്വസ്തനെന്ന് ഇന്ന് പകൽ വെളിപ്പെടുത്തുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. 2 കൊരിന്ത്യർ 9-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. 2 കൊരിന്ത്യർ അതിന്റെ 9-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. 2 കൊരിന്ത്യർ എന്നാൽ വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിപ്പാൻ ആഹാരവും നൽകുന്നവൻ നിങ്ങളുടെ വിതയും നൽകി പൊലിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾ ദൈവസന്നിധിയിൽ വിതച്ചതാണോ? ദൈവസന്നിധി വിശ്വസ്തയോടെ നിന്ന് വിതച്ചിട്ടുണ്ടോ? ഇവിടെ പറയുന്നു, എന്നാൽ വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിപ്പാനുള്ള ആഹാരവും നൽകുന്നവൻ നിങ്ങളുടെ വിതയിൽ നൽകി പൊലിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് വർദ്ധിപ്പിക്കുകയും. ഇന്ന് പകലി പരിശുദ്ധാത്മാവിനകത്ത് അറിയണം, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തിക്കകത്തൊരു അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, നിങ്ങൾ എന്ത് ചെയ്താലും അതിനകത്തൊരു അനുഗ്രഹം വരണമെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തനെന്ന് വെളിപ്പെടുത്തണം. എന്തു പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വന്നാലും, ഏതിലും, നിങ്ങളുടെ ആരാധനയിൽ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഒരു ദിവസം 24 മണിക്കൂറിന്റെ എത്ര മണിക്കൂർ നിങ്ങൾ പ്രാർത്ഥനയ്ക്കായി മാറ്റിവെക്കും? ഇന്ന് ഞാൻ ചുമ്മാ വേണം നിങ്ങളോടൊന്ന് ചോദിക്കാം, ഈ രാവിലെ ആരാധനയ്ക്ക് വരുന്നതിന് മുമ്പ് 1/2 മണിക്കൂർ പ്രാർത്ഥിച്ച എത്ര പേരുണ്ട്? കർത്താവിനെ സ്തോത്രം ചെയ്യുക 2 പേരുണ്ട്. അതിനായി കർത്താവിനെ സ്തോത്രം. നേരെ കിടക്കപ്പായിലിരുന്ന തലവണയ്ക്ക് ഇരുന്നൊരു പ്രാർത്ഥന, നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല. അതിലും നല്ല പല്ല് തെച്ച് കാപ്പി കുടിക്കുന്നതല്ല. ഒരുക്കമുള്ളവനെ ദൈവം ഉയർത്തത്തുള്ളൂ. ദൈവസന്നിധിയിൽ വിശ്വസ്തനെന്ന് വെളിപ്പെടുത്തണം. അനുഗ്രഹിക്കപ്പെടണ്ടേ? എന്നും ഇങ്ങനെ കൊട്ടിപ്പാടി പോയാൽ മതിയോ? നന്മ ഭവനത്തിൽ വെളിപ്പെടണ്ടേ? അനുഗ്രഹത്തിലേക്ക് പോകണമെന്ന് വരികിൽ എന്ത് ചെയ്യണമെന്ന് പറയുന്നു. ഇവിടെ പറയുന്നത് ദൈവം പറഞ്ഞ വാക്ക്, എന്നാൽ വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിപ്പാൻ ആഹാരവും നൽകുന്നവൻ. വിതയ്ക്കാനുള്ളതും തരുന്ന ആരാ? ഭക്ഷിപ്പാനുള്ളതും തരുന്ന ആരാ? ദൈവം തന്നെ. എവിടെ പറയുന്നു? നൽകുന്നവൻ. നിങ്ങളുടെ വിത നിങ്ങൾ തന്നിട്ടാ. യജമാനൻ പറഞ്ഞു, നിങ്ങൾ തന്നു. വിതയ്ക്കുന്നുണ്ടോ? ഇരട്ടിയാക്കുന്നുണ്ടോ? ഇവിടെ പറയുക, വിതയ്ക്കാനുള്ള വിത്തും ഭക്ഷിപ്പാനുള്ള ആഹാരവും ദൈവം തന്നു. നമ്മുടെ മിടുക്കൊണ്ടൊന്നുമല്ലേ. ഇവിടുന്നിട്ട് പറയുക, നിങ്ങളുടെ വിതയും നൽകി പൊലിപ്പിക്കുകയും നിങ്ങളെ അനുഗ്രഹിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് പ്രാപിക്കുകയും ചെയ്യണം. ദൈവസന്നിധി വിശ്വസ്തനെന്ന് എന്ത് ചെയ്യണം? എന്നെ തന്നെ ഞാൻ വെളിപ്പെടുത്തണം. അല്ലാതെ എത്ര വർഷം കർത്താവിന് ഞാൻ പറയുന്നത് കൊട്ടിപ്പാടി പോകാമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു ബ്ലെസ്സിങ്ങും വരത്തില്ല. നിങ്ങളേലും സഭയ്ക്കകത്ത് എല്ലാം പറയും, ദേവദാസം പറയും, ഇപ്പൊ ഞാൻ അങ്ങോട്ട് കയറി പറയാം, നിന്റെ വീട്ടിൽ സംഭവിക്കും. ഒന്നും സംഭവിക്കില്ല. അടുത്ത ആഴ്ച ചെന്നാൽ അവൻ അവിടെ തന്നെ കാണും. അതിനടുത്ത ആഴ്ച അവിടെ ചെന്ന് കാണും. ഒരു ദൂതും പറയും, ഓക്കെയാ. ഒന്നും നടക്കത്തില്ല. ദൈവം മുകളിൽ നിന്ന്, ദൈവദാസം പറയുന്നതല്ല ദൈവം ചെയ്യുന്നേ. ദൈവം മുകളിൽ നിന്ന് പറയണം. ദൈവം പറഞ്ഞാൽ നീ അനുഗ്രഹ. ദൈവം നിന്റെ കരം പിടിച്ചാൽ നീ ഫറവോന് പോലും അധിപനാവും. ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം. ആരിൽ ആശ്രയം വെക്കണമെന്ന് ഞാൻ ഈ പറഞ്ഞു കൊണ്ടുവരുന്നേ. ദൈവത്തിൽ ആശ്രയം വെക്കണം. പൂർണ്ണമായിട്ടും ദൈവത്തിൽ ആശ്രയം വെക്കണം. നിങ്ങളെ കണ്ടുകൊണ്ട് ഞാൻ ശുശ്രൂഷ ചെയ്യല്ലേ, സ്വർഗത്തെ കണ്ടുകൊണ്ട് ഞാൻ ശുശ്രൂഷിക്കണം. ഞാൻ ആരുടെ ദാസനാകണം?
ദൈവത്തിന് നിങ്ങൾ ആരുടെ ദാസനായി മാറണം? ദൈവത്തിന്റെ വിശ്വസ്തനായ ദാസൻ എന്ന് നിങ്ങൾ വെളിപ്പെടുത്തിയാൽ ആരുടെ വീട്ടിൽ നന്മ വരും? നിങ്ങൾ ദൈവസന്നിധി, ഞാൻ ഇത്രയും പറയുന്ന ഈ വാക്ക് എടുത്തുകൊണ്ടാണ് പറയുന്നത്, ഞാൻ ദൈവസന്നിധി വിശ്വസ്തനെന്ന് ഞാൻ വെളിപ്പെടുത്തിയാൽ എൻ്റെ തലമുറയും ഞാനും അനുഗ്രഹമാകും. നിങ്ങൾ ദൈവസന്നിധി വിശ്വസ്തനെന്ന് നിങ്ങൾ വെളിപ്പെടുത്തിയാൽ ഒരു നന്മയ്ക്കും കുറവില്ലാതെ ചോദിച്ചതിലും നനച്ചതിലും ആത്യന്തപരമായി നിങ്ങളുടെ ഭവനത്തിൽ ലഭിക്കപ്പെടും. ഹല്ലേലൂയ. ഇന്ന് പകല് ഞാൻ വിളിച്ചു പറയാം, വിശ്വസ്തൻ എന്ന് വെളിപ്പെടുത്താതെ എത്ര പ്രാർത്ഥിച്ചാലും എത്ര ഉപവസിച്ചാലും എത്ര കണ്ണുനീരൊഴിക്കാലും ഒരു മറുപടി നിന്റെ ജീവിതത്തിൽ വരത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് അവർ മാർത്തേ മാർത്തേ, നീ പലതിനെ കുറിച്ച് വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുക. ഇന്ന് ആത്മാവിനാത്യം പറയാ, ദൈവത്തിന്റെ ആത്മാവിനെ ശക്തമായി പറയുക, ദൈവസന്നിധിയിൽ ഈ ദിവസങ്ങളിൽ വെളിപ്പെടുത്താൻ തയ്യാറാണെങ്കിൽ നീ കണ്ടിട്ടില്ലാത്തതാ ഈ മെയ് മാസം അവസാനിക്കുന്നതിന് മുമ്പ് നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെട്ടു വരും. ഈ മെയ് മാസം അവസാനിക്കുന്നതിന് മുമ്പ് നീ കണ്ടിട്ടില്ലാത്ത ചില ദേശത്തിനകത്ത് ഞാൻ വിളിച്ചു പറയാം, നീ കണ്ടിട്ടില്ലാത്ത ചില വാതിലുകൾ, നീ കണ്ടിട്ടില്ലാത്ത ചില മേഖലകൾ ദൈവം നിന്റെ ഭവനത്തിൽ നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം തുറന്നു തരും. നീ വിശ്വസ്തരെന്ന് വെളിപ്പെടുത്ത. ഹല്ലേലൂയ. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? എത്ര പേര് വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ ഏറ്റെടുക്കുന്നുണ്ട്? ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഈ പകൽ നിങ്ങളുടെ അകത്തറിയണം, ഹല്ലേലൂയ, ദൈവനെ വിളിച്ച് വേർതിരിച്ചത് ആമേ വിശ്വസ്ത ദാസനെ വിളിക്കേൾക്കാനാ. ഹല്ലേലൂയ. എൻ്റെ ഹല്ലേലൂയ. ദൈവം അടുത്ത തലത്തിലേക്ക് എന്നെ മാറ്റണമെന്ന് വരികിൽ, അടുത്തതിലേക്ക് ദൈവം ഉയർത്തണമെന്ന് വരികിൽ, ഹല്ലേലൂയ, ഞാൻ എന്തായി മാറ്റണമെന്ന് ഞാൻ ഇപ്പം പറഞ്ഞു കൊണ്ടുവന്നു. നിങ്ങൾ വിശ്വസ്തനെന്ന്. യോസേപ്പിനെ ഞാൻ കൊണ്ടുവന്നു വിശ്വസ്തനെന്ന്. ആമി ഒന്നാമത്തെ മണ്ഡലത്തിൽ കളഞ്ഞു. നിങ്ങൾക്ക് ആമി നിങ്ങളുടെ ചില കാര്യങ്ങളുടെ ക്രമീകരണം ഒന്നാമത്തെ മണ്ഡലം. രണ്ടാമത്തെ മണ്ഡലം പറഞ്ഞു വിശ്വസ്തനെന്ന് തെളിയിക്കുക. മൂന്നാമത്തെ മണ്ഡലത്തിലേക്ക് വന്നു ദൈവ ശബ്ദം കേൾക്കണം. ആമി 2 ദിനവൃത്താന്തം 20 അധ്യായം 2 ദിനവൃത്താന്തം 20 അധ്യായം അതിന്റെ 20 വാക്യം. പിന്നെ അവർ അധികാലത്ത് എഴുന്നേറ്റു തെക്കോവ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു. അവർ പുറപ്പെട്ടപ്പോൾ യഹോശാഫാത്ത് നിന്നുകൊണ്ട് യഹൂദന്മാരും യെരൂശലേം നിവാസികളുമായുള്ളവരെ എന്റെ വാക്ക് കേൾപ്പീൻ, നിങ്ങളുടെ ദൈവമായ യഹോവയിൽ വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾ ഉറച്ചു നിൽക്കും. അവന്റെ പ്രവാചകന്മാരെയും വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾ കൃതാർത്ഥരാകും. അടുത്ത മൂന്നാമത്തെ മണ്ഡലം പറയുക, ദൈവം ആക്കി വെക്കുന്നവരുടെ വാക്കിനെ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. ദൈവം ആക്കി വെക്കുന്നവരെ ദൈവം ഓരോ മണ്ഡലങ്ങളിൽ ഓരോന്ന്. ഞാൻ പറഞ്ഞു, 1 നിങ്ങളുടെ നാവിന് മുന്നുള്ള പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. 2 ദൈവസന്നിധി വിശ്വസ്തരാകുക. 3 അനുസരണയുള്ളവരാകുക. ഇവിടെ പറയുന്ന യഹോവശാഫാത്ത് പറയുന്നൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? യഹൂദരും യെരൂശലേം നിവാസികളുമായുള്ളവരെ എന്റെ വാക്ക് കേൾപ്പീൻ, നിങ്ങളുടെ ദൈവമായ യഹോവയിൽ വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾ ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾ ഉറച്ചു നിൽക്കും. അവന്റെ പ്രവാചകന്മാരെ വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾ കൃതാർത്ഥരാകും. വായിച്ചോ 25 വരെ. അവൻ ജനത്തോട് ആലോചിച്ചിട്ട് വിശുദ്ധ അലങ്കാരം ധരിച്ച് സൈന്യത്തിന് മുമ്പിൽ നടന്നുകൊണ്ട് വാഴ്ത്തുവാനും യഹോവയെ സ്തുതിപ്പാനും അവന്റെ ദയ എന്നേക്കുമുള്ളതല്ലോ എന്ന് ചൊല്ലുവാനും യഹോവയ്ക്ക് സംഗീതക്കാരെ നിയമിച്ചു. അവർക്ക് ദൈവത്തെ ആരാധിക്കുവാൻ സംഗീതക്കാരെ നിയമിച്ചു. അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ യഹോവ യഹൂദയ്ക്ക് വിരോധമായി വന്ന അമ്മോന്യരുടെയും മോവാബ്യരുടെയും സെയീർ പർവ്വതക്കാരുടെയും നേരെ പതിയിരിപ്പുകാരെ വരുത്തി. അങ്ങനെ അവർ തോറ്റുപോയി. അമ്മോന്യരും മോവാബിരും സെയീർ പർവ്വത നിവാസികളോട് എതിർത്ത് അവരെ നിർമൂലമാക്കി നശിപ്പിച്ചു. സെയീർ നിവാസികളെ സംഹരിച്ച ശേഷം അവർ അന്യോന്യം നശിപ്പിച്ചു. യഹൂദ്യർ മരുഭൂമിയിലെ കാവൽ ഗോപുരത്തിനരികെ എത്തിയപ്പോൾ അവർ പുരുഷാരത്തെ നോക്കി. അവർ നിലത്ത് ശവങ്ങളായി കിടക്കുന്നത് കണ്ടു. ഒരുത്തനും ചാടിപ്പോയിരുന്നില്ല. 25 യഹോശാഫാത്തും അവന്റെ പടജനവും അവരെ കൊള്ളയിടുവാൻ വന്നപ്പോൾ അവരുടെ ഇടയിൽ അനവധി സമ്പത്തും വസ്ത്രവും വിശേഷ വസ്തുക്കളും കണ്ടെത്തി. തങ്ങൾക്ക് ചുമപ്പാൻ കഴിയുന്നതിലധികം ഊരിയെടുത്ത് കൊള്ള അധികമുണ്ടായിരുന്നത് കൊണ്ട് അവർ 3 ദിവസം കൊള്ളയിട്ടു. ഇന്ന് പകല് പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ വാക്കിനെ നിങ്ങൾ കേൾക്കുന്നുവെങ്കിൽ,
ദൈവത്തിൻ്റെ വാക്കിനെ നിങ്ങൾ വിശ്വസിക്കുന്നവരിൽ ദൈവം നിങ്ങൾക്ക് അനുകൂലമായി മാറും. നിനക്കെതിരായി വരുന്ന ശത്രുവിനെ നിനക്ക് ജയിക്കാൻ പറ്റും. ദൈവം നിനക്ക് കൃപ കൊണ്ട് നിറയും. ഇവിടെ പറയുന്നു ദൈവം യഹോവശാഫാത്ത് എന്ന പ്രവാചകൻ മുഖാന്തരം ദൈവം പറയുന്ന ആലോചന കേട്ട് അവർ ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങി. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ദൈവത്തെ അനുസരിക്കുന്നവരായി മാറിയാൽ, ദൈവത്തിന്റെ വാക്കിനെ കേൾക്കുന്നവരായി മാറിയാൽ, ഇന്ന് പകലിൽ അനുസരിക്കുന്നവരായി, ഇന്ന് പകലിൽ പറയുക, ഒരു അനുസരണ നിങ്ങളുടെ അകത്തെന്തുണ്ടാകണം? നിങ്ങളുടെ അകത്തുണ്ടാകണം. അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഹോശേയ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 13-ാമത്തെ വാക്യം. ഹോശേയാവിന്റെ 12:13. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 13-ാമത്തെ വാക്യം. യഹോവ ഒരു പ്രവാചകൻ മുഖാന്തരം ഇസ്രായേലിനെ മിസ്രൈം ദേശത്തുനിന്ന് കൊണ്ടുവന്നു. ആര് മുഖാന്തരം? പിടികിട്ടും നിങ്ങളുടെ അകത്ത്? യഹോവയെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞൊരു പ്രവാചകനാ. പുള്ളി പറഞ്ഞു, എൻ്റെ വാക്കിനെ കേൾക്കുവിൻ, യഹോവയുടെ അരുളപ്പാട് ഞാൻ വിളിച്ചു പറയുന്നു. ഇവിടെ പറയുന്നു ഇസ്രായേൽ ജനത്തെ കുറിച്ച് പറയുക, യഹോവ ഒരു പ്രവാചകൻ മുഖാന്തരം ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നു. ഒരു പ്രവാചകൻ അവനാൽ പാലിക്കപ്പെട്ടു. ഒരു പ്രവാചകന്റെ ശബ്ദം കേട്ടതിനാൽ, ദൈവത്തിന്റെ ആലോചന പ്രവാചകൻ പറഞ്ഞതിനാൽ ഇസ്രായേൽ ജനത്തെ മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്ന് ആര് മുഖാന്തരം? ദൈവം, മോശ മുഖാന്തരം. അപ്പൊ അവിടെ ഒരാളെ നിർത്തിയിരിക്കുക. ദൈവം പിടികിട്ടും നിങ്ങളെ. ഇതിനെ ആരനുസരിക്കുന്നു? ജനം അനുസരിക്കുന്നുവെങ്കിൽ. ഇവിടെ പറയുന്ന വാക്കിനെ നിങ്ങൾ ശ്രദ്ധിച്ചോ. യഹോവ ഒരു പ്രവാചകൻ മുഖാന്തരം ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നു. അടിമത്തത്തിൽ കിടന്ന് ആര് മുഖാന്തരം എന്ന് പറഞ്ഞു? മോശ മുഖാന്തരം. അപ്പൊ 1, 2, 3-ാമത്തെ കാര്യം, 1, 2, 3-ാമത്തെ പറഞ്ഞ അനുസരണയുള്ളവരായി മാറണം. ദൈവസഭയ്ക്കകത്ത് നിൽക്കുന്ന വ്യക്തികൾ ദൈവാലോചന കീഴ്പ്പെട്ട് ദൈവസഭയ്ക്കകത്ത് നിൽക്കുന്ന പ്രവാചക ശുശ്രൂഷ എന്ത് ചെയ്യണം? കീഴ്പ്പെട്ട് അനുസരിക്കുന്നവരാകണം. ഇവിടെ പറയുന്നത് പ്രവാചകൻ മുഖാന്തരം ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നു. ഒരു പ്രവാചകനാൽ അവർ പാലിക്കപ്പെട്ടു. അടുത്ത് വരുമ്പോ 2 രാജാക്കന്മാരുടെ പുസ്തകം എടുത്തേ, 7-ാം അധ്യായം. 2 രാജാക്കന്മാരുടെ പുസ്തകം 7-ാം അധ്യായം 1-ാമത്തെ വാക്യം. അപ്പോൾ എലീശ യഹോവയുടെ അരുളപ്പാട് കേൾപ്പിൻ. അപ്പൊ നിങ്ങൾ നോക്കണേ, ഇത് ആലോചനകൾ ആരോടാ ദൈവം പറയുന്നേ? പ്രവാചകന്മാരോടാ. ദൈവം ഒരാളെ ആക്കി വെച്ചിട്ട് ഇടയനെ ആക്കി വെക്കുന്ന ആരോടാ ദൈവം സംസാരിക്കുന്നേ? പ്രവാചകനോടാ. യഹോവ ശബ്ദത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, മോശയെ കുറിച്ച് പറഞ്ഞു. അടുത്ത് വന്നിട്ട് പറയുക എലീശയോട് ദൈവം സംസാരിക്കുക. ഇവിടെ പറയുന്ന വാക്ക്, അപ്പോൾ എലീശ യഹോവയുടെ അരുളപ്പാട്. ആരുടെ അരുളപ്പാട്? സ്വന്തം അരുളപ്പാടല്ല, യഹോവയുടെ അരുളപ്പാട് കേൾപ്പീൻ. നാളെ ഈ നേരത്ത് ശമര്യയുടെ പടിവാതിൽക്കൽ ശെക്കേലിന് 1 സെയ ഗോതമ്പ് മാവും ശേക്കേലിന് 2 സെയ യവവും വിൽക്കുമെന്ന് യഹോവ. അവിടെ വലിയൊരു ക്ഷാമകാല. കുഞ്ഞുങ്ങളെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ബന്ധു കഴിക്കുന്ന ഭയങ്കര ക്ഷാമകാലമാ. ഈ ക്ഷാമകാലത്ത് വന്നുകൊണ്ട് ദൈവത്തിന്റെ അരുളപ്പാട് പ്രവാചകൻ വിളിച്ചു പറയുക. നാളെ ഈ നേരത്ത്, ഇവിടെ പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു. നാളെ ഈ നേരത്ത് ശമര്യയുടെ പടിവാതിൽക്കൽ ശേക്കേലിന് 1 സെയ ഗോതമ്പ് മാവും ശേക്കേലിന് 2 സെയ യവവും വിൽക്കും എന്ന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. അപ്പൊ ദൈവം പറയുന്ന വാക്കിനെ പ്രവാചകനെ കൂടെ വെളിപ്പെടുന്നെങ്കിൽ അതിനെ ആമീൻ പറഞ്ഞ് ഏറ്റെടുക്കുമ്പോ അത് വിടുതലായി മാറും. പെടുന്നുണ്ടോ? ദൈവാലോചനയ്ക്കകത്ത് ഇപ്പൊ ഇതിന് താഴേക്ക് വരുമ്പോ ആ രാജകൊട്ടാരത്തിലെ അവിടുത്തെ രാജാവിന്റെ കാര്യസ്ഥനായി നിൽക്കുന്ന പുള്ളി പറയുന്നു, ദൈവം സ്വർഗത്തിന്റെ കിളിവാതിൽ തുറന്നാലും ഒരു അത്ഭുതവും നടക്കത്തില്ല. പക്ഷെ ഈ അരുളപ്പാട് എവിടുന്ന് വരുന്നതാ? ദൈവത്തിൽ നിന്ന് വരുന്ന. നിങ്ങളുടെ അകത്ത് പിടി കിട്ടിക്കോണേ. ദൈവത്തിൽ നിന്ന് വരുന്ന അരുളപ്പാടിനെ ഒരുവൻ വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ ഇന്ന് പകലിൽ ഞാൻ വിളിച്ചു പറയാം, അവിടെ ഒരു അത്ഭുതം നടക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഇവിടെ അതിന്റെ 19-ാമത്തെ വാക്യം വരുമ്പോ, അതിന്റെ 19-ാമത്തെ വാക്യം പറയുമ്പോ
19 വായിച്ചു. ഈ അകമ്പടി നായകൻ ദൈവപുരുഷനോട് അകമ്പടി നായകൻ ദൈവപുരുഷനോട് യഹോവ ആകാശത്തിൽ കിളിവാതിലുകൾ ഉണ്ടാക്കിയാലും ഈ വാക്കുപോലെ സംഭവിക്കുമോ എന്ന് ഉത്തരം പറഞ്ഞു. അതിന് അവൻ, നിന്റെ കണ്ണുകൊണ്ട് നീ അത് കാണും, എങ്കിലും നീ അതിൽ നിന്നും തിന്നുകയില്ല എന്ന് പറഞ്ഞു. ദൈവസന്നിധിയിൽ ഞാൻ ആദ്യമായി പറഞ്ഞു നിങ്ങളുടെ ശുദ്ധീകരണം പറഞ്ഞു. രണ്ടാമത്തെ കാര്യം പറഞ്ഞു നിങ്ങൾ വിശുദ്ധന്മാരാകണമെന്ന് പറഞ്ഞു. അല്ല, വിശുദ്ധിയുടെ നിങ്ങൾ പറഞ്ഞു ദൈവസന്നിധിയിൽ വിശ്വസ്തന്മാരെന്ന് തെളിയിക്കണമെന്ന് പറഞ്ഞു. മൂന്നാമത്തെ മണ്ഡലം പറഞ്ഞു അനുസരിക്കുന്നവരാകണം. അനുസരണയുള്ള ഇവിടെ നോക്കിക്കേ, ഇവിടെ വന്നു പറയും 7-ാമത്തെ 1 പറഞ്ഞു ആമി അവിടെ വലിയ ദേശം മുഴുവൻ ക്ഷാമത്ത് കാലത്ത് എത്തിക്കുമ്പോൾ എലീശാ പ്രവാചകൻ പറയാതെ യഹോവയുടെ ഒരു അരുളപ്പാടുണ്ട്. ആമി നാളെ ശമരിയുടെ പട്ടണത്തിൽ ഒരു ശേക്കലിന് ആ യവത്തപ്പൊക്കെ ലഭിക്കപ്പെടുമെന്ന് പറയുമ്പോ ഇവിടെ ഒരാൾ പറയുക, ആരെ പറ്റി പറഞ്ഞത്? യഹോവ 19 വാക്ക്, യഹോവ ആകാശത്തിന്റെ കിളിവാതിലുകൾ ഉണ്ടാക്കിയാലും ഈ വാക്കുപോലെ സംഭവിക്കുമോ എന്ന് ഉത്തരം പറഞ്ഞു. അതിന് അവൻ, കണ്ടോ, അകമ്പടി നായകൻ പറയാ ഇന്ന് പകല് നിങ്ങളുടെ അകത്തറിയണം, സാഹചര്യങ്ങൾ നോക്കി ദൈവത്തിന് ടിക്കറ്റ് എഴുതരുത്. സാഹചര്യങ്ങൾ നോക്കി ഒരിക്കലും നിങ്ങൾ ഒരു അനുഗ്രഹത്തിൽ പോകത്തില്ല. സാഹചര്യമല്ല പറയുന്നത്, ദൈവത്തിന്റെ അരുളപ്പാടാ പറയുന്നത്. സാഹചര്യം നോക്കി ഒരു മനുഷ്യൻ വിശ്വസിച്ചാൽ ഒന്നും നടക്കത്തില്ല. ദൈവത്തിന്റെ ആലോചനയാണെന്ന് വിശ്വസിക്കാമെങ്കിൽ ഇന്ന് പകലിൽ ഞാൻ വിളിച്ചു പറയാം, അത്ഭുതങ്ങൾ ദൈവം ചെയ്തു കഴിയും. വിശ്വസിക്കാത്തവർ എത്ര കഴിഞ്ഞാലും വിശ്വാസത്തിനകത്ത് അത്ഭുതം നടക്കത്തില്ല. രക്തസ്രാവക്കാർ യേശുവിനെ വിശ്വസിച്ചു, അത്ഭുതങ്ങൾ നടക്കുവാൻ തുടങ്ങി. ആമി വിശ്വസിക്കാത്ത ഒരുവന്റെ ജീവിതത്തിൽ എത്ര കൈയടിച്ചാലും ആത്മാവി നിറഞ്ഞാൽ അത്ഭുതം നടക്കത്തില്ല. ഇത് ദൈവത്തിന്റെ അരുളപ്പാടെന്ന് എലീശ പ്രവാചകൻ വിളിച്ചു പറയുമ്പോ ശമരിയ പട്ടണത്തിന്റെ വാതിക്കൽ ഒരു അത്ഭുതം നടക്കാൻ പോകുകയാണെന്ന് അവർ വിശ്വസിച്ചപ്പോഴാ അത്ഭുതമായി മാറിയത്. എലീശ പറയുന്നു ഇത് നിനക്ക് കാണാൻ പറ്റും, പക്ഷെ നിനക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല. ഇന്ന് വിശ്വസിക്കാമോ? 1-ാമത്തെ മണ്ഡലം കൊണ്ട് ഞാൻ വിളിച്ചു പറയുന്നു, ആമി വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ ഇന്ന് വിളിച്ചു പറയാ, അത്ഭുതങ്ങൾ നിന്റെ ഭവനത്തിനകത്ത് നടക്കുക, നിന്റെ തലമുറയ്ക്കകത്ത് നടക്കുക. ഒരുവനോടൊരു പ്രവചനം പറയുമ്പോ സാഹചര്യം നോക്കിയിട്ടല്ല പറയുന്നത്, സ്വർഗത്തിന്റെ അരുളപ്പാടാ വിളിച്ചു പറയുന്നത്. നിനക്ക് വേണ്ടി ദൈവം ഒരു കരുതലുണ്ടെന്ന്, ദൈവം നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നെന്ന് ദൈവം പറഞ്ഞെങ്കിൽ അതിനെ വിശ്വസിച്ച് ഏറ്റെടുക്കുമ്പോഴാ അത്ഭുതം നടക്കുന്നേ. അതിന്റെ പുറയിൽ ആലോചനയുമായി നടക്കുന്നവന്റെ ജീവിതത്തിനകത്ത് ഒരു നന്മയും വെളിപ്പെടത്തില്ല. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിനകത്തറിയണം, അകമ്പടി നായകൻ പറഞ്ഞത് വിശ്വാസി പറയുന്ന പോലെ തന്നെയാ. ആകാശത്തിന്റെ കിളിവാതിൽ തുറന്നാലും ഇതൊന്നും നടക്കത്തില്ല. പക്ഷെ നടക്കും, നിന്റെ കണ്ണുകൊണ്ട് കാണും, പക്ഷെ നിനക്ക് അനുഭവിക്കാൻ പറ്റത്തില്ലെന്ന് എലീശ പറഞ്ഞെങ്കിൽ ഇന്ന് പകൽക്കാലം പറഞ്ഞ ദൈവത്തെ എന്ത് ചെയ്യുന്നവരായി മാറണം? അനുസരിക്കുന്നവരായി മാറണം. ദൈവത്തിന്റെ ആലോചനയെ അനുസരിക്കുന്നവരായി മാറണം. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 1-ാമത്തെ വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം പറയുന്നു, അവൻ ഗെന്നസരേത്ത് തടാകത്തിന്റെ വായിച്ചു ഗെന്നസരേത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കയാൽ 2 പടക് കരയ്ക്കടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻ പിടിക്കാൻ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകുകളിൽ ശീമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. പത്രോസിനോട് യേശു പറയുന്നു, പടക് എന്ത് ചെയ്യണം? നീക്കണം. പത്രോസ് അനുസരിച്ചില്ലായോ? അനുസരിച്ച്. ഇവിടെ പറയുന്നു അവനോട് അപേക്ഷിച്ചു, അവൻ പടകിലിരുന്നു, പുരുഷാരത്തെ ഉപദേശിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവിനെന്ന്. അനുസരിക്കുന്നവനോട് അടുത്ത ദൂത് വരുവുള്ളൂ. പറയുന്ന വാക്കിനെ വിശ്വസിക്കുന്നവനെ അടുത്ത ദൂത് വരത്തുള്ളൂ. അതിനായി കർത്താവിനെ ഞാൻ സ്തോത്രം ചെയ്യുക. ഇവിടെ പറയുന്നത് ശീമോൻ ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവീൻ എന്ന് പറഞ്ഞു. അതിന് ശീമോൻ, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. ഇവിടെ നിങ്ങൾ നോക്കിയോണം, അങ്ങോട്ട് നോക്കണ്ട, അനുസരിക്കുന്നവർ ഇങ്ങോട്ട് നോക്കിയാൽ. അനുസരിക്കുന്നവർക്ക് വേണ്ടി ദൈവപ്രവൃത്തി വെളിപ്പെടും. പിടികിട്ടിയോ? ഇവിടെ പത്രോസ് അപ്പോസ്തലന്റെ പടകിനെ ദൈവം പറഞ്ഞ, യേശു പറഞ്ഞ വാക്കിനെ വിശ്വസിച്ചവൻ അത്ഭുതത്തെ കാണുവാൻ തുടങ്ങും.
ഇന്ന് പകൽ ഞാൻ ആത്മാവിനകത്ത് ഞാൻ പറയാം, ഏറ്റെടുത്ത് വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ നിന്റെ ജീവിതത്തിനകത്ത് ഈ മെയ് മാസം അവസാനിക്കുന്നതിന് മുമ്പ് നിന്റെ ഭവനത്തിനകത്ത് ചില അത്ഭുതങ്ങൾ നടക്കും. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? പത്രോസ് അനുസരിച്ചപ്പോ പത്രോസ് പറയുന്ന ഒരു വാക്കുണ്ട്, നാഥാ രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു, ഞങ്ങൾക്ക് ഒരു പ്രതിഫലവും കിട്ടിയില്ല, പക്ഷെ നിന്റെ വാക്കിനെ ഞങ്ങൾക്ക് വിശ്വാസമാ. നീ പറഞ്ഞതിനെ ഇന്ന് പകൽക്കാലം ശമരിയ പട്ടണത്തിന്റെ വാതിക്കൽ നിനക്ക് വേണ്ടിയുള്ള ഒരുക്കം നടന്നിട്ടുണ്ടെന്ന് ജനം വിശ്വസിച്ചപ്പോ ഒരുവൻ പറഞ്ഞു, ആകാശത്തിന്റെ കിളിവാതിൽ തുറന്നാലും ഒരത്ഭുതം നടക്കത്തില്ലേ? അവൻ ഒരു അത്ഭുതം നടക്കത്തില്ല. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. ഇന്ന് പകൽ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവരോട് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അതിനായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് പത്രോസ് പറഞ്ഞു, രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, എന്നാൽ നിന്റെ വാക്കിന് ഞങ്ങൾ വലയിറക്കാം എന്ന് പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തപ്പോൾ ഒരു പെരുത്ത മീൻകൂട്ടം ആ പടകിനകത്തേക്ക് നിറഞ്ഞെങ്കിൽ ഇന്ന് ആത്മാവിനകത്ത് ഞാൻ വിളിച്ചു പറയാ, ദൈവത്തിന്റെ വാക്ക് കേട്ട് വിശ്വസിച്ച് നിൽക്കുന്നവനാണോ? ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്നവനാണോ? നീ ഒരു അരുളപ്പാടിന് വേണ്ടി ദാഹിക്കുന്നവനാണോ? നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് ഒരു അത്ഭുതം ചെയ്യുന്നതിനെ ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇന്ന് പകൽ എത്ര പേര് ദൈവത്തെ അനുസരിക്കുന്നവരുണ്ട്? അനുസരിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിന്റെ പ്രവൃത്തി പരിശുദ്ധാത്മാവിൽ വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഇന്ന് പകലിൽ ആത്മാവിനകത്തറിയണം. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 41-ാമത്തെ വാക്യത്തിനകത്ത് പറയുക. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 41-ാമത്തെ വാക്യം പറയുന്നു, പ്രവാചകൻ എന്ന് വെച്ച് പ്രവാചകനെ കൈക്കൊള്ളുന്നവൻ, പ്രവാചകന്റെ വാക്കിനെ കൈക്കൊള്ളുന്നവൻ പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കും. പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കും. നീതിമാൻ എന്ന് വെച്ച് നീതിമാനെ കൈക്കൊള്ളുന്നവന് നീതിമാന്റെ പ്രതിഫലം ലഭിക്കും. അപ്പൊ ഒന്നോടോ, പ്രവാചകൻ എന്ന് വെച്ച് പ്രവാചകനെ കൈക്കൊള്ളുന്നവന് പ്രവാചകന്റെ വായിന്ന് വന്ന പ്രതിഫലം നിന്റെ ഭവനത്തിൽ വരും. അപ്പൊ പ്രവചിച്ചിട്ട് റിജക്റ്റ് ചെയ്താലോ, വിശ്വസിക്കാതിരുന്നാലോ? അവർക്കല്ല സംഭവിക്കുന്നേ. ആത്മാവ് വെളിപ്പെടുത്തുന്നതിനെ വിശ്വസിക്കുന്നവർ. ഇവിടെ പറയുന്ന വാക്ക് പ്രവാചകൻ എന്ന് വെച്ച് പ്രവാചകനെ കൈക്കൊള്ളുന്നവന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കും. പ്രവാചകൻ എന്നുള്ള പ്രതിഫലം വരും. ശമരിയ പട്ടണത്തിൽ എലീശ വിളിച്ചു പറഞ്ഞതിന്റെ ഫലം അവരൊക്കെ ലഭിക്കപ്പെട്ടു. സറാഫത്തിലെ വിധവ വിശ്വസിച്ചപ്പോൾ അവരുടെ ജീവിതത്തിൽ അത്ഭുതം നടന്നു. ഹല്ലേലൂയ. ഇന്ന് വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ യേശു കർത്താവ് ലാസറിന്റെ ഭവനത്തിൽ ചെന്നപ്പോൾ അവർ വിശ്വസിച്ചപ്പോൾ അത്ഭുതം നടന്നെങ്കിൽ പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കും. നീതിമാൻ എന്ന് വെച്ച് നീതിമാനെ കൈക്കൊള്ളുന്നവന് നീതിമാന്റെ പ്രതിഫലവും ലഭിക്കപ്പെടും. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? ഇന്ന് പകലിൽ 3 മണ്ഡലങ്ങളിൽ കൂടെ ഞാൻ പോയത്. 1-ാമത്തെ മണ്ഡലത്തിനകത്ത് പറഞ്ഞു, അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, അനുഗ്രഹത്തിന് ഉയർച്ചയ്ക്ക് തടസ്സമാകുന്ന എന്തുണ്ടെങ്കിലും ഇന്ന് പകലിൽ അതിനെ ഒഴിവാക്കണം. 2, നമ്മുടെ നടപ്പ് ദൈവത്തിന് യോഗ്യമാവണ്ണം ദൈവസന്നിധിയിൽ നടക്കണം. യോഗ്യമാവണ്ണം ദൈവത്തിന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളി കേൾപ്പാൻ തക്കവണ്ണം നമ്മൾ നടക്കുന്നവരാണ്. 3-ാമത്തേത്, ദൈവത്തിൻ്റെ അരുളപ്പാടും ദൈവത്തിൻ്റെ ആലോചനയും പറയുന്നെങ്കിൽ അത് ഏറ്റെടുത്ത് വിശ്വസിക്കുന്നവരുടെ ഭവനത്തിലെ അത്ഭുതം നടക്കത്തുള്ളൂ. 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. സങ്കീർത്തനത്തിൻ്റെ പുസ്തകം 50-ാം അധ്യായം 5-ാമത്തെ വാക്യം കൊണ്ട് വെച്ച് പ്രാർത്ഥിക്കാൻ പോവാം. ഫാദർ, താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. സങ്കീർത്തനം 50-ാം അധ്യായം 5-ാമത്തെ വാക്യം. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എന്റെ വിശുദ്ധന്മാരെ എന്റെ യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുവീൻ. യഹോവയായ ദൈവം പറയുക, ഒരു യാഗം നടന്നു. യേശുക്രിസ്തു എന്ന രക്ഷകൻ കാൽവറി ക്രൂശി യാഗമായി അവനോട് അനുരൂപപ്പെടുവാൻ യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ സ്നാനം പറ്റും. ഒരു യാഗം നടന്നു കഴിഞ്ഞു. ഇനിയും ദൈവം പറയുന്നു, നിങ്ങൾ വിശുദ്ധന്മാരെ എൻ്റെ അരികിൽ കൂട്ടണം. 3 മണ്ഡലങ്ങളിൽ ഞാൻ പറഞ്ഞു. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അനുഗ്രഹിക്കപ്പെടാതിരിക്കുന്നതിൻ്റെ കാരണം, ഉയർത്തപ്പെടാതിരിക്കുന്നതിൻ്റെ കാരണം നിങ്ങൾ തന്നെയാണ്. ഇന്ന് പകൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാകുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം. 3-ാമത്തെ കാര്യം, ദൈവസന്നിധിയിൽ
ആമീൻ വിശുദ്ധനായ വിശ്വസ്തനായ ദാസനാന്ന് വെളിപ്പെടുത്തി കൊടുക്കണം. 3, ദൈവത്തെ അനുസരിക്കുന്നവനാകണം. ഹല്ലേലൂയ. 3 മണ്ഡലങ്ങളിൽ നിങ്ങളുണ്ടെങ്കിൽ ഹല്ലേലൂയ അവൻ്റെ അത്ഭുതത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ പറ്റും. ഹല്ലേലൂയ. ഇത് വചനം അങ്ങനെ പറയുന്നത്, അവൻ്റെ സന്തോഷത്തിലേക്ക്, യജമാനൻ്റെ സന്തോഷത്തിലേക്ക് നിങ്ങൾ പ്രവേശിപ്പിൻ. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടഞ്ഞേ. ഫാദർ, ഐ താങ്ക് യു ലോർഡ്. ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരുതലിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, ഇന്ന് ഈ പകലിൽ ദൈവസന്നിധിയിൽ വരുന്നതിനോ ദൈവസന്നിധിയിൽ ഇരിക്കുന്നതിനോ ഒരു വിശ്വസ്തത നമ്മൾ കാണിക്കുന്നുണ്ടോ? ദൈവത്തിന് ഹിതമല്ലാത്തത് സംസാരമോ പ്രവൃത്തിയോ എന്തൊക്കെയോ നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ടോ? ദൈവത്തെ ആരാധിക്കേണ്ട സമയത്ത് നമ്മൾ ദൈവത്തെ ആരാധിക്കാതെ, ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ട സമയത്ത് നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കാതെ, ദൈവസന്നിധി വിശ്വസ്തരല്ല നിന്നിട്ട് നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും പ്രതിഫലം വരത്തില്ല. ദൈവത്തെ ആരാധിക്കേണ്ട സമയത്ത് പല വഴി നടന്നിട്ട് ഇപ്പം പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഞങ്ങളുടെ വിഷയങ്ങളെല്ലാം കുഴഞ്ഞു മറിഞ്ഞുകൊണ്ടിരിക്കുക ബ്രദറെ. ഞങ്ങൾക്കൊരു ഒരു ആൻസർ ഇല്ല, ഞങ്ങൾക്കൊരു മറുപടിയില്ല. ഒരു ദൈവദാസൻ പ്രാർത്ഥിച്ചാലും, ഒരു ദൈവദാസൻ നിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചാലും ഒരു അത്ഭുതവും നടക്കത്തില്ല. നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ഞങ്ങൾക്ക് ചുമ്മാ പറയാൻ പറ്റും. ദൈവം ഒരു അരുളപ്പാട് തരത്തില്ല. ദൈവത്തിൻ്റെ ഒരു അരുളപ്പാട് നമ്മുടെ ജീവിതത്തിൽ കിട്ടണമെങ്കിൽ ദൈവസന്നിധി വിശ്വസ്തരെന്ന് നമ്മൾ തെളിയിക്കണം. എത്ര പേര് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ട്? നമുക്ക് തെളിയിക്കാൻ പറ്റുന്നുണ്ടോ? ഈ പകലിലൊന്ന് പ്രാർത്ഥിച്ചേ. യോസേപ്പിൻ്റെ ജീവിതത്തിനകത്ത് സഹോദരന്മാരാൽ തള്ളപ്പെട്ടവനായി പൊട്ടക്കിണറ്റിൽ വീഴപ്പെട്ടു. അവിടെ നിന്ന് പൊത്തിപ്പേറിൻ്റെ ഭവനത്തിൽ വന്നു. പൊത്തിപ്പേറിൻ്റെ ഭവനത്തിൽ വരുമ്പോഴും പാപത്തിൽ വീഴാതെ അവൻ വിശുദ്ധനെന്ന് വെളിപ്പെടുത്തി കൊടുത്തു. അതിൻ്റെ മുഖാന്തരം അവൻ പീഡ അനുഭവിക്കേണ്ടി വന്നു, കാരാഗ്രഹത്തിൽ അകപ്പെടേണ്ടി വന്നു. അവിടെയും ദൈവം അവനോട് കൂടെയിരുന്നു. ഇന്ന് പകലറിയണം, ദൈവം പറഞ്ഞത് അവൻ്റെ സന്തോഷത്തിൽ പ്രവേശിപ്പിക്കുന്ന, ദൈവത്തിൻ്റെ സന്തോഷത്തിൽ പ്രവേശിക്കണമെന്ന് വരികിൽ ദൈവത്തെ അനുസരിക്കുന്നവരാകണം. നിങ്ങൾക്കൊരു ആരാധന ഉപേക്ഷയായി നിങ്ങൾ വിചാരിക്കുന്നവരാകല്ലേ. നിങ്ങളുടെ അനുഗ്രഹത്തെ തടയപ്പെടുന്ന ഒന്നും, നിങ്ങളുടെ ഉയർച്ചയെ തടയുന്ന ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ വരരുത്. മനുഷ്യനെ അല്ല നിങ്ങൾ ആശ്രയിക്കേണ്ടത്, ദൈവത്തെയാണ്. ദൈവത്തെ നിങ്ങൾ ആശ്രയിക്കുന്ന വരികിൽ ദൈവം വാതിലുകളെ നിങ്ങൾക്ക് വേണ്ടി തുറന്നു വരും. എല്ലാ കണ്ണുകളും അടച്ചൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചേ. കർത്താവേ, ഞാൻ ഇന്ന മേഖലകളിൽ എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്. എൻ്റെ ശരീരം കൊണ്ട് ഞാൻ പാപം ചെയ്തതായിരിക്കാം, എൻ്റെ ഹൃദയം കൊണ്ട് പാപം ചെയ്തതായിരിക്കാം, എൻ്റെ വായ് കൊണ്ട് ഞാൻ പാപം ചെയ്തവനായിരിക്കാം. ഏറ്റുപറഞ്ഞതിനെ ഉപേക്ഷിക്കേ. ഈ പകലിൽ കർത്താവെ, ജീവനുള്ളിടത്തോളം കാലം അങ്ങയുടെ സന്നിധിയിൽ വിശ്വസ്തയോടെ ഞാൻ നിൽക്കും. എൻ്റെ ജീവനുള്ളിടത്തോളം കാലം കർത്താവെ, അങ്ങയുടെ സന്നിധിയിൽ ഞാൻ വിശ്വസ്തനായിരിക്കും. ഹല്ലേലൂയ. കർത്താവെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. യേശുവിൻ്റെ നാമത്തിൽ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവെ, ഈ ജനത്തെ അങ്ങ് കർത്താവെ അങ്ങയുടെ ഹിതപ്രകാരം ഈ ജനത്തെ മാനിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പുതുവഴികളെ ദൈവം തുറന്നു കൊടുക്കണം. അത്ഭുതങ്ങൾ നടക്കണം. നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രാർത്ഥിച്ച് ജനത്തെ അനുഗ്രഹിക്കുന്നു. അത് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ്